നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെ ഈ മാസത്തിൻ്റെ അവസാന ദിവസം ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കുറേ ആഴ്ചകളായി നാം ചിന്തിച്ചുകൊണ്ടിരുന്ന ആ വിഷയത്തിൽ നിന്ന് അല്പം വ്യതിചലിച്ച് സമകാലീനമായൊരു വിഷയമാണ് കഴിഞ്ഞ സാറ്റർഡേയിൽ ഒത്തുകൂടിയപ്പോൾ നമ്മൾ ചിന്തിച്ചത്. എന്നാൽ അത് കഴിഞ്ഞ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പല ദിക്കുകളിൽ നിന്നും പല ചോദ്യങ്ങളും സംസാരങ്ങളും ഒക്കെ വന്നപ്പോൾ, പിന്നെ നമ്മുടെ മെസ്സേജിനടിയിലുള്ള കമൻസൊക്കെ ശ്രദ്ധിച്ചപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നമ്മളൊരു 2 ചോദ്യം ഉണ്ടാക്കി. ആ ചോദ്യം നേരിട്ട് തന്നെ പലരും ചോദിച്ചതാണ്. അതിൻ്റെ ഒരു മറുപടി പറയുവാനായിട്ട് നമ്മൾ ഇടയ്ക്കൊരു മീറ്റിംഗ് ഒരുമിച്ച് കൂടിയിരുന്നു. അങ്ങനെ കഴിഞ്ഞ ട്യൂസ്ഡേയിൽ ഒരുമിച്ച് കൂടിയ ആ മീറ്റിങ്ങിൽ 2 ചോദ്യത്തിൽ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞു പോകാനിടയായി. അതായത് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സഭയിൽ വേണ്ടേ? എന്നൊക്കെയാണ് ചോദ്യങ്ങൾ വന്നത്. അതുപോലെ തന്നെ മറ്റ് ചില സഹോദരങ്ങൾ പറഞ്ഞു വന്നത്, മലയാളക്കരയിൽ പെന്തക്കോസ്ത് മൂവ്മെൻ്റ് ആരംഭിച്ച കാലം മുതൽ വചനത്തിനല്ല പ്രാധാന്യം ഉണ്ടായിരുന്നത്, അനുഭവങ്ങൾക്കായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് ഉളവായി വന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അങ്ങനെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച അനുഭവങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഇത്ര സ്ട്രിക്റ്റായിട്ട് വചനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കാണാൻ കഴിയില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സഹോദരങ്ങളോട് ഞാൻ വിയോജിച്ചു. അതിനോടുള്ള ബന്ധത്തിൽ അത് പൂർണ്ണമായും നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യമല്ല. എന്നാൽ പെന്തക്കോസ്തിൻ്റെ ആരംഭകാലം മുതൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയേറിയ പ്രവർത്തനം ഉണ്ടായിരുന്നു. അങ്ങനെ വചനത്തെ ഉറപ്പിച്ചു, അങ്ങനെ സത്യവചനത്തെ ഉറപ്പിച്ചു, ഉപദേശം സ്ഥാപിക്കപ്പെട്ടു. ധാരാളം ലോക്കൽ ചർച്ചസ് അങ്ങനെ ഉടലെടുത്തു. അമ്പരചുംബികളായ പള്ളിക്കെട്ടിടങ്ങളൊക്കെ വിട്ട് സമുദായ സംഘങ്ങളിൽ നിന്ന് അനേകർ പുറത്തേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ വലിയൊരു വിപ്ലവം തന്നെ മലയാളക്കരയിൽ നടന്നിട്ടുണ്ട്. അതിൽ സൂക്ഷ്മമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഇറങ്ങി വന്നവരൊക്കെ വചനത്തിന് വേണ്ടി ഇറങ്ങി വന്നവരാ, അല്ലാതെ എന്തെങ്കിലും കണ്ട് ഒരു വിസ്മയ ലോകത്തേക്ക് വന്നവരല്ല. അങ്ങനെയൊന്നുമല്ല, വചനത്തിന് വേണ്ടി തന്നെയാണ് ഇറങ്ങി വന്നത്. അന്ന് ശക്തമായി വചനം വെളിപ്പെട്ടിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തന്മാർ ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ പ്രസംഗിച്ചിരുന്നു. അതാണ് അതിൻ്റെ സത്യം. ഉപദേശ വിഷയങ്ങളിലെ ഓരോരോ കാര്യങ്ങളും അവർ വേദപുസ്തകം വെച്ച് അല്ലെങ്കിൽ വിശുദ്ധ തിരുവെഴുത്ത് വെച്ച് തട്ടിച്ചു നോക്കിയിരുന്നു. ബരോവക്കാർ ഒത്തുനോക്കിയിരുന്നു എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ കാര്യങ്ങളെ ഒത്തുനോക്കി. അങ്ങനെയാണ് അവർ രക്ഷ വിശ്വാസത്താൽ സ്വീകരിക്കേണ്ടതാണെന്നും അതുപോലെ തന്നെ സ്നാനം എന്ന് പറയുന്നത് വിശ്വാസ സ്നാനമാണെന്നുള്ളതും അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല, കാത്തിരുന്ന ആത്മസ്നാനം പ്രാപിക്കണം. അത് ഒരല്പം മൂറോൻ പൂശിയാലൊന്നും കിട്ടുന്ന കാര്യമല്ല. അതായത് ഉയരത്തിലെ ആത്മാവിനെ പ്രാപിക്കേണ്ടതാണെന്നൊക്കെയുള്ള നല്ല ബോധ്യങ്ങൾ ലഭിച്ചിരുന്നു. വിശുദ്ധ ജീവിതത്തെക്കുറിച്ചും ജയജീവിതത്തെക്കുറിച്ചൊക്കെയുള്ള ആ ഒരു കാഴ്ചപ്പാട് ലഭിക്കപ്പെട്ട് അങ്ങനെ പ്രത്യാശയിൽ മുൻപോട്ട് പോയൊരു സമൂഹമാണ്. വേർപെട്ട സമൂഹം എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന പെന്തക്കോസ്റ്റ് കൂട്ടങ്ങൾ വചനത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു, അല്ലെങ്കിൽ അമിത പ്രാധാന്യം കൊടുത്തിരുന്നു. എന്തിനും ഏതിനും വചനത്തിനായിരുന്നു പ്രാധാന്യം. അവരൊത്തുകൂടുന്ന മീറ്റിങ്ങുകളിൽ, അതായത് കല്യാണമാകട്ടെ, മരണമാകട്ടെ, മറ്റ് ഒക്കേഷനുകളാകട്ടെ, അവിടങ്ങളിലൊക്കെ വളരെ പ്രാധാന്യത്തോടും ബഹുമാനത്തോടും ആദരവോടും വിറയലോടും കൂടി തന്നെയാണ് വചന ശുശ്രൂഷയ്ക്ക് സമയം വേർതിരിച്ചിരുന്നത്. മറ്റു പല കാര്യങ്ങളും ഒഴിവാക്കിയാലും വചന ശുശ്രൂഷ ഒരിക്കലും ഒഴിവാക്കില്ല. ഇപ്പോൾ ഇന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വരുമായിരിക്കും. അങ്ങനെ ചിരിച്ചിട്ട് കാര്യമില്ല. ഞാൻ ആ പഴയ കാലം ഓർത്തിട്ട് പറഞ്ഞതാണ്. കല്യാണങ്ങൾക്കൊക്കെ വന്നാൽ സൂക്ഷ്മ 1 മണിക്കൂർ ദൈവവചനം പ്രസംഗിക്കും, അല്ലെ അരമണിക്കൂറിൽ കൂടുതൽ പ്രസംഗിക്കും. ഇപ്പോഴത്തതുപോലെ നമ്മുടെ മണവാട്ടി പുലർകാല 4 മണിക്ക് എഴുന്നേറ്റ് ബ്യൂട്ടി പാർലറിൽ പോയി അലങ്കരിച്ചൊരുങ്ങി ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരും. ദീർഘസമയമെടുത്ത് ഒരുങ്ങി വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ മണവാളച്ചെറുക്കനും അങ്ങനെയൊക്കെ തന്നെയാണ് ഏറെക്കുറെയൊക്കെ വരുന്നത്. പിന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൂട്ടിമുട്ടിച്ച് അങ്ങ് പറഞ്ഞു വിടും. അതൊക്കെയാണ് ഇന്നത്തെ രീതി. എന്നാൽ അങ്ങനെയല്ലായിരുന്നു പണ്ട് വചനത്തിന് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു. അതൊക്കെയാണ് കഴിഞ്ഞ ദിവസത്തെ ആ മെസ്സേജിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു. അത് വിശദീകരിക്കുന്നില്ല ഇനി. അതിനോട് ചേർത്ത് പറയേണ്ട അടുത്ത ചോദ്യം, ഉയർന്നു വന്ന ഗൗരവമായൊരു ചോദ്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ സാറ്റർഡേയിൽ നമ്മുടെ മെസ്സേജ് ധാരാളം പേര് ശ്രദ്ധിച്ചു. അതിൽ ധാരാളം പുതിയ സ്നേഹിതരുണ്ടായിരുന്നു, ശുശ്രൂഷാമുഖത്ത് നിൽക്കുന്നവർ, അങ്ങനെ പല തരക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരിൽ പലർക്കും സന്തോഷം തോന്നിയിട്ടുണ്ട്, ചിലർക്കെല്ലാം അലോസരം തോന്നിയിട്ടുണ്ട്. ആ അലോസരം തോന്നിയവരൊക്കെ പല നിലകളിൽ അത് പ്രകടിപ്പിച്ചു. അലോസരം എന്ന് വെച്ചാൽ വേറെ അർത്ഥത്തിൽ എടുക്കണ്ട,
നമ്മൾ കഴിഞ്ഞ മെസ്സേജിൽ പറഞ്ഞു വന്നപ്പോൾ പെന്തക്കോസ്തിനെ ഒരു സൈഡിൽ സൂചിപ്പിച്ചു, ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തിനെയും സൂചിപ്പിച്ചു. അങ്ങനെ ഒരു മെസ്സേജിലേക്ക് നമ്മൾ പോകാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുറേ ആഴ്ചകളായി ശരീരത്തിൻ്റെ സമർപ്പണം എന്നുള്ളൊരു ഗൗരവമായ വിഷയമാണ് ധ്യാനിച്ചുകൊണ്ടിരുന്നത്. അത് തൽക്കാലം പെൻഡിങ്ങിൽ വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനൊരു വിഷയത്തിലേക്ക് വരാൻ കാരണം നമ്മുടെ കൊട്ടാരക്കര ദേശത്ത് പ്രസിദ്ധനായൊരു അപ്പോസ്തോലൻ മുഖാന്തിരം സംഭവിച്ച ചില സംഭവ വികാസങ്ങൾ അതങ്ങ് വൈറലായി മാലോകർ മുഴുവനും ഏതാണ്ട് അത് കണ്ടു. ഇനി കാണാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. അതുപോലെ ആളുകൾ ആ കാര്യങ്ങളൊക്കെ കണ്ടു. കുറേ വീഡിയോസും അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കടന്നുപോയി. അതിനിടയിൽ നമ്മൾ ഊന്നൽ കൊടുത്ത് പറഞ്ഞത് അദ്ദേഹം ആരെയോ ശപിച്ചെന്നും അങ്ങനെ പറഞ്ഞ് ആ കാര്യത്തിനൊന്നും അല്ല പ്രാധാന്യം കൊടുത്തത്. അതൊക്കെ ഒത്തിരി പേര് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനോട് യോജിച്ചും വിയോജിച്ചും ഒക്കെ പലരും സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഊന്നൽ കൊടുത്തത് ഈ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ശുശ്രൂഷകരായിരിക്കുന്ന ആളുകൾക്ക് ശരിയാവണ്ണം ദൈവസഭയെക്കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ചിട്ടില്ല, ശരിയാവണ്ണമുള്ള വിളി ലഭിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞത് പലർക്കും ദേഷ്യവും അലോസരവും ഉണ്ടായി. അതാണ് ഞാൻ പറഞ്ഞ അലോസരം. പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം എന്നുള്ള നിലയിൽ അങ്ങനെ തന്നെ മനുഷ്യർക്ക് തോന്നുമാറ് സാക്ഷാൽ വെളിച്ചദൂതൻ അവൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. വേറെ ആത്മാക്കൾ സഞ്ചരിക്കുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഏത് ആത്മാക്കളെയും ചാടിക്കേറി സ്വീകരിക്കരുത്, ആത്മാക്കളെ ശോധന ചെയ്യണം. 1-ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തീയ സഭയ്ക്ക് തന്നിരിക്കുന്ന വാണിംഗാണ്. ആത്മാക്കൾ അനവധിയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ദൈവമക്കൾ തിരിച്ചറിയണം. മത്തായി 22:29 കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിഞ്ഞില്ലെങ്കിൽ തെറ്റിപ്പോകുമെന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ തിരുവെഴുത്ത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് തൻ്റെ സഭയിൽ പരിലസിക്കുന്നതെന്നും വിശുദ്ധന്മാർ തിരിച്ചറിയണം. അല്ലെങ്കിൽ ഏതെങ്കിലും ആത്മാക്കൾക്കൊക്കെ നാം വിധേയരായി പോവും, അതിനടിമപ്പെട്ടു പോവും. ഞങ്ങളുടെ ഭവനം ഇവിടെയല്ല, ഞങ്ങൾക്കായൊരു ഭവനം ചമച്ചുകൊണ്ടിരിക്കുന്നു. അവർ വരാൻ പോകുന്ന പുതിയ ഭൂമിയും പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന പുതിയ യെരൂശലേം എന്ന് പറയുന്ന നഗരത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നവരും അതിനുവേണ്ടി ആവലോടെ കാത്തിരിക്കുന്നവരും ഒരു ഞെരക്കത്തിലിരിക്കുന്നവരുമായിരിക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ പോകുന്ന ദൈവമക്കളും ദൈവദാസന്മാരും ദൈവസഭയൊക്കെ. അതല്ലാത്ത ഇടങ്ങളിലാണെങ്കിൽ ഇങ്ങനെ 4 സൈഡിൽ നിന്ന് ലൈറ്റും പുകയൊക്കെ, ഞാനിവിടെ ഇരിക്കുന്നിടത്തൊക്കെ വേണമെങ്കിൽ എനിക്കൊരു 5-6 ലൈറ്റ് പിടിപ്പിക്കാമായിരുന്നു. ആ ലൈറ്റ് ഇങ്ങനെ കിടന്ന് മിന്നി അടിക്കും, പിന്നെ പുക ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കും. ഇരിക്കുന്ന ഈ കസേരയുടെ അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ പുക ഇങ്ങനെ പൊങ്ങി വരും. ഈ പണ്ട് കാലത്ത് ഈ സ്വാമിമാരൊക്കെ ധ്യാനത്തിലിരിക്കുന്ന കണ്ടിട്ടില്ലേ, ഹോമകുണ്ടത്തിൽ ഹോമം പുകച്ചുകൊണ്ടും ചുറ്റുമൊക്കെ പുക പുകച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ വേറൊരു പതിപ്പ് പോലെയാണ് ഇവരിങ്ങനെ പുകയ്ക്കും, പല കളറിലുള്ള പുക. പണ്ട് കാലത്ത് ഈ മുനിമാരുടെ കാലത്ത് അങ്ങനെ പല കളറില്ലാന്ന് എനിക്ക് തോന്നുന്നത്, അന്ന് അത് കണ്ടുപിടിച്ചിട്ടില്ല. ഇന്ന് പല കളറിലുള്ള പുകകളാണ് ഈ സ്റ്റേജിൻ്റെ 4 സൈഡിൽ നിന്നും. പിന്നെ അവിടെ വേണേൽ ഒരു ഇസ്രായേലിൻ്റെ ഒരു കൊടി, ന്യൂ ജനറേഷൻ ചർച്ചകളുടെ പ്രത്യേകതയാണ്, ഒരു ഇസ്രായേലിൻ്റെ കൊടി കാണും. അതെന്തിനാണെന്നൊരു പിടിയില്ല. ഈ പുതിയ നിയമസഭയ്ക്ക് ഇസ്രായേലിൻ്റെ കൊടിയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്തു ആകട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരു മായാ പ്രകടനങ്ങളായിരിക്കും, ഒരു മായാജാലങ്ങളായിരിക്കും. അതേസമയം ഞാൻ മറുസൈഡിൽ പറഞ്ഞു, യഥാർത്ഥ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷകന്മാർ തങ്ങളുടെ വിശ്വാസികളെ അവരെ ഈ ഭൂമിയിൽ അന്യരും പരദേശികളും എന്ന് എണ്ണുവാൻ പഠിപ്പിക്കും. അവരങ്ങനെ മുന്നോട്ട് വന്ന് ആ ഒരു ബോധ്യത്തിലേക്ക് വന്നു ചേരും. അവരുടെ ജീവാവസാനത്തെങ്കിലേക്കൊക്കെ വരുമ്പോൾ വിശ്വാസത്തിൽ അവർ സമ്പന്നരായിരിക്കും, പ്രത്യാശയുടെ സ്ഥിരതയുള്ളവരായിരിക്കും, സന്തോഷ സമൃദ്ധിയിലും നീതിയുടെ സമൃദ്ധിയിലേക്കൊക്കെ വന്നവരായിരിക്കും. മുൻപോട്ടുള്ള യാത്രയിൽ അവർക്ക് ഈ ലോകം യോഗ്യമായിരിക്കില്ല. അങ്ങനെയുള്ളവർക്ക് ഈ ലോകം ഒരിക്കലും യോഗ്യമായിരിക്കില്ല. അവർ ഭൂമിയിലുള്ളത് അശേഷം അന്വേഷിക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അവർ ഭൂമിയിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കില്ല. അവരുടെ ശ്രദ്ധ എപ്പോഴും ഉയരത്തിലുള്ള കാര്യങ്ങളിലായിരിക്കും. എന്ന് പറഞ്ഞാൽ അവരുടെ അവർ പറിക്കില്ല. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായവനിൽ നിന്ന് കണ്ണ് പറിക്കത്തില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് വന്നിട്ട് ഈ രണ്ടാമത്തെ ചോദ്യം ഉണ്ടല്ലോ, ഈ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് ചർച്ചുകളോട് താങ്കൾക്ക് എന്താണ് ഇത്ര ചതുർത്ഥി, എന്താണ് ഇത്ര കോപം, അല്ലെങ്കിൽ എന്താണ് താല്പര്യക്കുറവ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, പലതരം ചോദ്യങ്ങളാണ്. അതെല്ലാം കൂടെ ചേർത്ത് പറയാണ്, ഞാനത് ഒരിക്കലും അംഗീകരിക്കുന്നയാളല്ല. പെന്തക്കോസ്റ്റ് സമൂഹത്തിൽ ഈ പറഞ്ഞ ന്യൂ ജനറേഷൻ ഗ്രൂപ്പുകളെ അംഗീകരിക്കാത്ത ധാരാളം പാസ്റ്റേഴ്സ് ഉണ്ട്. എന്നാൽ അതിൻ്റെ ലീഡർഷിപ്പിലും അതുപോലെ പെന്തക്കോസ്റ്റിലെ സീനിയർ പാസ്റ്റേഴ്സൊക്കെ ഇത് അംഗീകരിക്കുന്നവരാണ്. അതാണ് ഭയങ്കര തമാശ. പെന്തക്കോസ്റ്റിലെ മുടി നിറച്ച പാസ്റ്റർമാരിൽ വലിയ പങ്കും അതുപോലെ ഈ ലീഡർഷിപ്പിലൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ,
അതിൻ്റെ തലപ്പത്തൊക്കെ ഇരിക്കുന്ന ആളുകൾ, അവരൊക്കെ ഇത് അംഗീകരിക്കുന്നവരാ. അവരെല്ലാം ഇതിനോട് ചേർന്ന് സമരസപ്പെട്ടു പോകുന്ന ആൾക്കാരാണ്. അവരൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു സായന്തനത്തിലേക്കൊക്കെ വന്നവരാണല്ലോ പലരും. അതുകൊണ്ട് കോംപ്രമൈസ് ചെയ്യപ്പെട്ടവരാണ് പലരും. ഇപ്പോൾ തിരിച്ച് നമ്മളോടും പറയും, താങ്കളും ആ പ്രായം വരുമ്പോൾ കോംപ്രമൈസ് ചെയ്യില്ലേന്ന്. അത് ആ പ്രായം വരുമ്പോഴല്ലേ. പക്ഷേ ഇപ്പോൾ ലഭിക്കപ്പെട്ട കൃപ അഗണ്യമാക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ പെട്ടി വരെ പോകുന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. അതല്ല, മറ്റ് മോഹങ്ങൾക്കും താല്പര്യങ്ങൾക്കൊക്കെ വശംവദരായി ജഡത്തിൽ ആശ്രയിച്ച് മുൻപിൽ ഒത്തിരി സാക്ഷികളുടെ സമൂഹം ഉണ്ടല്ലോ. തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായവരുടെ വലിയൊരു സംഘം തന്നെയുണ്ട് നമുക്ക് ചുറ്റോട് ചുറ്റും നോക്കിയാൽ കാണാനായിട്ട്. അതെ, തിരിഞ്ഞു നോക്കുക എന്ന് വെച്ചാൽ ലോകത്തിലേക്ക് പതിയെ ഇറങ്ങിപ്പോയവർ. അതാണ് കോംപ്രമൈസ് ചെയ്യപ്പെട്ട അവസ്ഥ. മക്കളും മക്കളുടെ മക്കളും കൊച്ചുമക്കളും, അവിടെ ഗ്രീൻ കാർഡ് ഇവിടെ ഗ്രീൻ കാർഡ്, അങ്ങനെ പല കാര്യങ്ങൾ, അങ്ങനെ ഒത്തിരി ഹെഡേക്കുകളുള്ള ആളുകൾ, കോംപ്രമൈസ് ചെയ്യപ്പെട്ട ആളുകൾ. ഈ കോംപ്രമൈസ് ചെയ്യപ്പെട്ട ആളുകളെ നമുക്ക് സൂക്ഷ്മമായി പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ ശുശ്രൂഷയുടെ 50-ാം വർഷം, 75-ാം വർഷം, അല്ലെങ്കിൽ 100-ാം വർഷം, 100 വർഷമോ ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ വർഷങ്ങളൊക്കെ താണ്ടി പോയതിൻ്റെ പേരിൽ അവരെ വിളിച്ച അനുമോദന യോഗങ്ങളൊക്കെ നടത്തുന്നു. അവർക്ക് ചില ഷീൽഡുകൾ, മൊമെൻറ്റോകൾ, പൊന്നാടകൾ, പിന്നെ ഷാളണിയിക്കുന്നു, പിന്നെ താമ്രപത്രങ്ങൾ കൊടുക്കുന്നു എന്നു വേണ്ട അങ്ങനെ അനുമോദനത്തിൻ്റേതായ പൂച്ചെണ്ടുകൾ, അതിൻ്റേതായ പരിപാടികളെല്ലാം. കാരണം അവർ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓട്ടം നിർത്തി എന്നതിൻ്റെ പേരിലാണല്ലോ അവാർഡ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ റിവാർഡ് കൊടുക്കേണ്ടത്. ഓടിത്തീർന്നത് കൊണ്ടുള്ള അവാർഡൊക്കെ അവർ മേടിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറയപ്പെട്ട പെന്തക്കോസ്ത് സമൂഹത്തിലുള്ള വലിയൊരു പങ്കും ചിന്തിക്കുന്ന ചിന്തകൾ. അതിനിടയിലാണ് വേറിട്ട സ്വരം എന്നുള്ള നിലയിൽ നമ്മളിങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞ സീനിയർ പാസ്റ്റേഴ്സിനോടും ഈ മുതിർന്ന ഈ ലീഡർഷിപ്പിലിരിക്കുന്നവരോടൊക്കെ പോയി ചോദിക്കുക, നിങ്ങളുടെ പെന്തക്കോസ്ത് കൂട്ടത്തിൽ ഒരു ഒരു ഉപദേശി ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ടല്ലോ. അതേസമയം നമ്മുടെ കൊട്ടാരക്കരയുള്ള അപ്പോസ്തോലൻ, അതുപോലെ ആ വിങ്ങിൽ നിൽക്കുന്ന, ചിറകടിച്ച് നിൽക്കുന്ന ധാരാളം യങ്സ്റ്റേഴ്സ്, ന്യൂജൻ പാസ്റ്റേഴ്സ്, ചുട്ടകോഴിയെ പറപ്പിക്കുന്ന അത്തരം പാസ്റ്റേഴ്സിനെയൊന്നും ഈ പറയപ്പെടുന്ന ഉപദേശി അംഗീകരിക്കുന്നില്ലാത്ത രീതിയിലാണ് അയാളുടെ സംസാരവും പ്രവൃത്തിയും ഒക്കെ. നിങ്ങളിതിൽ ആരെയാണ് അംഗീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ, അതായത് ഒരു സൈഡിൽ നിൽക്കുന്ന വലിയൊരു കൂട്ടം ന്യൂ ജനറേഷൻ പെന്തിക്കോസ്ത്, മറു സൈഡിൽ ഞാൻ ഒരുത്തിന് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. എൻ്റെ കാര്യമായി ചോദിച്ചാൽ അവരിൽ 99% ആൾക്കാർ പറയും പുള്ളിക്ക് ചികിത്സ ആവശ്യമാണ്. മറ്റവരെന്ന് പറഞ്ഞാൽ അവരങ്ങനെയല്ല. അവരൊക്കെ ഭയങ്കര ശുശ്രൂഷകൾ ചെയ്യുന്നു. അവർ മരിച്ചവരെ ഉയർപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അവർ രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു, അവർ ചെങ്കടൽ പിളർത്തിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര കാര്യങ്ങളാണ് നടക്കുന്നത്, വൻ കാര്യങ്ങളാണ് നടക്കുന്നത്. മറ്റേ പുള്ളിക്കാരൻ വിചാരിച്ചിട്ട് ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇനി വല്ലോ അസൂയയിലോ താല്പര്യക്കുറവിലാണോ ഈ പറയുന്നതെന്ന് അറിയില്ല. എന്തായാലും പുള്ളിയുടെ ആശയങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പില്ലെന്ന് അവർ തീർത്ത് പറഞ്ഞിരിക്കും. അത് ഞാൻ ഗ്യാരണ്ടി തരാം. അതിനകത്തിനി സംശയിക്കേണ്ട വിഷയം ഉദിക്കുന്നില്ല. അതേസമയം ഈ പറയപ്പെടുന്ന പെന്തക്കോസ്ത് കൂട്ടങ്ങളിൽ ഇന്നും വിശുദ്ധിക്ക് വേണ്ടി കൊതിക്കുന്ന, വേർപാടനുഷ്ഠിക്കുന്ന, കർത്താവിൻ്റെ വരവിന് വേണ്ടി ആവലോടെ നോക്കി പാർക്കുന്ന, ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ അശേഷം പറയാത്ത, അല്ലെങ്കിൽ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശയുള്ള കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കാതെ നമ്മുടെ അകത്ത് വന്നിരിക്കുന്ന അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുമാറ്, പുറമേയുള്ളവനെ ബലപ്പെടുത്തുന്ന കാര്യങ്ങളല്ല, ആകമേയുള്ളവനെ ബലപ്പെടുത്തുമാറ് ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരുണ്ട്. അവരെന്താണേലും എന്നെ കണ്ട ഒരു കൈ തരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവരുടെ എണ്ണം കൂടുതലില്ല. അവരുടെ എണ്ണം കൂടുതലുണ്ടോ ഇല്ലയോ എന്ന് അറിയാനൊരു വാക്യം വായിച്ചു നോക്കാം. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം ഒന്ന് വായിക്കും. ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിൻ്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. എങ്ങനെയാ? ദൈവത്തിൻ്റെ കൽപ്പനയാൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ദൈവവചനത്തിൽ കൂട്ടുചേർക്കാൻ കഴിയില്ലെന്നേ. 50-50യോ 70-30യോ 90-10ഓ, അതായത് 90% ദൈവരാജ്യവും 10% ലോകരാജ്യവും, അങ്ങനെ ഒരു പരിപാടി ഉദിക്കുന്നില്ല. ശേഷം കൂട്ടുചേർക്കില്ല. അത് ആലോചിക്കുക പോലും വേണ്ട. അങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ വചനം അതിൻ്റെ നിർമ്മലതയിൽ പ്രസംഗിക്കും, ശുശ്രൂഷിക്കും. എന്നാൽ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്നവരെ കുറിച്ച് എന്താ പറയുന്നത്? അവർ അനേകരെന്നാണ് ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്നത്. നമ്മളീ പറയുന്ന സോക്കോൾഡ് പെന്തിക്കോസ്തിൽ ധാരാളം പേര് ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്നവർ. അത്തരക്കാരെ സംബന്ധിച്ച് ഈ ന്യൂ ജനറേഷൻ ഗ്രൂപ്പുകളിലെ ആളുകൾ ശുശ്രൂഷിക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ അവർക്കൊരു അതൃപ്തി തോന്നില്ല. അവർക്കതൊന്നും കുഴപ്പമില്ല. അവരും ക്രിസ്തുവിനെ അല്ലയോ പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ആശ്വാസമടയും അവർ. നമ്മളെ സംബന്ധിച്ച് നമ്മളങ്ങനെ ആശ്വസിക്കുന്നവരല്ല.
കാരണം ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും പറയുന്ന കാര്യങ്ങൾ നമ്മൾ ദീർഘമായി ധ്യാനിച്ചവരാണ്. ഏതു വിധത്തിലാണെങ്കിലും അവർ ക്രിസ്തുവിനെ അല്ലയോ പ്രസംഗിക്കുന്നതെന്ന് 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ടെങ്കിൽ തന്നെയും 3-ാം അധ്യായം 18-19 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത്, അതായത് നമ്മൾ അല്പം മുമ്പ് വായിച്ചു, ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്നവർ അനേകരാണെന്ന്. കൂട്ടുചേർക്കുന്നവർ, ആ കൂട്ടുചേർക്കുന്നവർ പെന്തക്കോസ്റ്റിൽ ധാരാളമുണ്ട്. അവർക്ക് പല കാര്യങ്ങളും പിടികിട്ടിയിട്ടില്ല. അത്തരക്കാരെക്കുറിച്ച് പൗലോസ് പറയുന്നത് ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിലാണ്, 1-ാം അധ്യായത്തിലല്ല. 1-ാം അധ്യായത്തിൽ പറയുന്നത് കർത്താവിൻ്റെ ദാസന്മാരെ തന്നെയാണ്. അവർ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരാണ്, പക്ഷേ ഉന്മേഷത്തിലല്ല, ഉത്സാഹത്തിലല്ല, അതിൻ്റെ തനിമയിലും അതിൻ്റെ വ്യവസ്ഥയിലും പ്രമാണത്തിലും ഒന്നും നിന്നല്ലെങ്കിൽ പോലും അവർ ക്രിസ്തുവിനെ തന്നെ പ്രസംഗിക്കുന്നവരാണ്. അതേസമയം ട്രാക്ക് മാറിപ്പോയി അനുദിന ജീവിതത്തിൽ ക്രൂശ് എടുക്കണമെന്നും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കണമെന്നൊക്കെയുള്ള അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ബോധ്യങ്ങളിൽ നിന്നൊക്കെ വഴുതിപ്പോയവരാണ് വലിയ പങ്കും. അവരെക്കുറിച്ചാണ് പറയുന്നത് അനേകർ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്നു എന്ന്. ആ അനേകരെ നമുക്ക് 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ കാണാം. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ടും പറയുന്നു. അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ടും പറയുന്നു. അതായത് ക്രിസ്തുവിന് ശത്രുക്കളായി നടക്കുന്നു എന്നല്ല അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് വെച്ചാൽ ക്രൂശിൻ്റെ വചനങ്ങൾ, ക്രൂശിൻ്റെ ഉപദേശം, ക്രൂശിൻ്റെ മാർഗം, ക്രൂശിൻ്റെ വഴി അടച്ചു കളയുന്നവരാണ് അവർ ക്രൂശിൻ്റെ വഴി അടച്ചു കളയുന്നവരാണ്, പത്യോപദേശത്തെ മറിച്ചു കളയുന്നവരാണ്. അവരെക്കുറിച്ച് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഇടയിലുള്ള പല ശുശ്രൂഷകന്മാരും ഈ വക കാര്യങ്ങൾ സീരിയസ് ആയി ശ്രദ്ധിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ടല്ല പല കാര്യങ്ങളും പറയുന്നത്. എന്നോട് ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞ ആരും ന്യൂ ജനറേഷൻ ഗ്രൂപ്പിലുള്ളവരല്ല, പെന്തക്കോസ്റ്റ് സൈഡിലുള്ള സഹോദരങ്ങളാണ് ചോദിച്ചത്. ശുശ്രൂഷ മുഖത്ത് നിൽക്കുന്നവരുണ്ട്, മറ്റു വിശ്വാസികളുണ്ട്, അവരൊക്കെയാണ് നേരിട്ടും അല്ലാതെയൊക്കെ ഈ ചോദ്യങ്ങൾ ചോദിച്ചത്. ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിന് എന്താണ് കുഴപ്പം, അത് പെന്തിക്കോസ്റ്റ് അല്ലേ എന്നുള്ള ആ ചോദ്യം ആളുകളിൽ നിന്ന് വന്ന സ്ഥിതിക്ക് എനിക്ക് പെന്തക്കോസ്റ്റ് ലോകത്തുള്ള ശുശ്രൂഷകന്മാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്നുള്ളതാണ്. വേറെ വാക്കല്ല ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. കാരണം എന്താ? ഈ പറയപ്പെട്ട സമൂഹത്തിലുള്ള വിശ്വാസികൾക്ക് ഇതിൻ്റെ നെല്ലും പതിരും വേർതിരിച്ച് കിട്ടിയിട്ടില്ലെന്നാണ് അർത്ഥം. കാര്യങ്ങളെ അവർക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലായെങ്കിൽ അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുമോ? കാര്യങ്ങൾ മനസ്സിലായാൽ അങ്ങനത്തെ ഒരു ചോദ്യം റേസ് ചെയ്യപ്പെടുമോ? കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം. പല കാര്യങ്ങളും പലർക്കും പിടികിട്ടിയിട്ടില്ല. സഭകളിൽ നല്ല രീതിയിൽ വചനം പഠിപ്പിക്കുന്നില്ല, ശരിയായ രീതിയിൽ കാര്യങ്ങളെ ധരിപ്പിക്കുന്നില്ല. മറ്റൊരു ദേവദാസൻ എന്നോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചു. ഒരു പെന്തക്കോസ്റ്റ് ഗ്രൂപ്പിൻ്റെ യൂത്ത് മീറ്റിങ്ങിൽ ഞാൻ പ്രസംഗിക്കാൻ പോയി. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ആ ശുശ്രൂഷയുടെ ഏതാണ്ട് അവസാന ഭാഗത്തേക്ക് വന്നപ്പോൾ താൻ ആ യൗവനക്കാരോട് ചോദിച്ചു, നിങ്ങളിൽ വാസ്തവമായും രക്ഷിക്കപ്പെട്ടവർ എത്ര പേരുണ്ട്? ആ ചോദ്യത്തിന് വിരലിലെണ്ണാവുന്നവർ മാത്രമേ കൈവയ്ക്കുകയുള്ളൂ. നിങ്ങൾ സ്നാനപ്പെട്ടവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചപ്പോൾ വലിയ പങ്ക് സ്നാനപ്പെട്ടവരാണ്. അദ്ദേഹം എന്നോടത് പറയുമ്പോൾ ലജ്ജ കൊണ്ട് എൻ്റെ തല താഴ്ന്നു പോയി. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഈ ലഭിക്കപ്പെട്ട ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് രക്ഷയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പെന്തക്കോസ്റ്റ് സമൂഹത്തിൻ്റെ നടുവിൽ രക്ഷ സവിസ്തരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. രക്ഷയും അനുബന്ധമായി വിശ്വാസ സ്നാനവും അതിൻ്റെ സകല വശങ്ങളും മറഞ്ഞിരിക്കുന്ന എല്ലാ മേഖലകളും മുക്കും മൂലയും അരിച്ചു പെറുക്കി തുറന്നു കൊണ്ടുവരുന്ന ആളുകളാണ്. അങ്ങനെ ആളുകളെ ധരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെന്നൊന്നും പറയാൻ ഞാൻ അധികം പോയില്ല. ഞാൻ വാസ്തവമായ കാര്യമാണത്. നിങ്ങൾ പറഞ്ഞതിനോട് എനിക്ക് ഒരു വിയോജിപ്പുമില്ല, അതിനകത്ത് വാസ്തവമുണ്ട്. രക്ഷാസന്ദേശം ശരിയാവണ്ണം ആളുകൾ കേൾക്കുന്നില്ല, ശരിയായ പാതയിലേക്ക് വരുന്നില്ല. കാരണം അനേകർ വചനത്തിൽ കൂട്ടിച്ചേർക്കുന്നു. ഇമോഷണലി പ്രസംഗിച്ചുകൊണ്ട് ജനത്തിൻ്റെ താൽക്കാലികമായ കാര്യങ്ങൾക്ക് പരിഹാരം വരുത്തുമാറ് ഒരു ശുദ്ധീകരണമല്ല ആഗ്രഹിക്കുന്നത്. പകരം താൽക്കാലികമായി അവരെ പിടിച്ചു നിർത്താൻ പാകത്തിനുള്ള പൊടിക്കൈകൾ പ്രയോഗിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. എത്ര കാലം, എത്രത്തോളം പോകുമെന്നുള്ളതാണ് ചോദ്യം. അതേസമയം കർത്താവ് കൽപ്പിച്ചാക്കിയിരിക്കുന്ന കാര്യങ്ങളും അപ്പോസ്തലന്മാർ നമുക്ക് തന്നിരിക്കുന്ന ബോധ്യങ്ങളും അനുസരിച്ച് സഭയെ അതിൻ്റെ നിർമ്മലതയിൽ പണിയണ്ടേ? പൗലോസ് പറയുന്ന പോലെ ഏത് മനുഷ്യനെയും അല്ലെങ്കിൽ
പൗലോസ് പറയുന്നത് പോലെ ദൈവരാജ്യത്തിലേക്ക് വന്നിരിക്കുന്ന ഓരോരുത്തരെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കേണ്ടതുണ്ട്. അതാണ് പുതിയ നിയമ ശുശ്രൂഷ. അതിന് ദൈവത്തിൻ്റെ വചനം നല്ല നിലയിൽ ഘോഷിക്കണം. കർണരസമാകുമാറുള്ള പ്രസംഗങ്ങളിലേക്ക് ജനം തിരിയുമ്പോൾ അവരെ മടക്കിക്കൊണ്ടുവരണം. ജനം അങ്ങോട്ട് തിരിയും. ആ പരിശോധനയെ അവർ തിരിച്ചറിയുന്നില്ല. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ പരിശോധനകളുണ്ട്, പരീക്ഷകളുണ്ടെന്നൊക്കെ അവരെ ധരിപ്പിക്കണ്ടേ? അതും പലരും ധരിപ്പിക്കുന്നില്ല. ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു വലിയ സംഘം കെട്ടഴിഞ്ഞവരെ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അഹറോൻ കെട്ടഴിച്ചു വിട്ടല്ലോ, അതുപോലെ കെട്ടഴിഞ്ഞവരെ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തെളിവാണ് ഈ കഴിഞ്ഞ 2-3 ദിവസം കോട്ടയത്ത് നടക്കുന്നത്. കോട്ടയത്ത് ഇന്നൊക്കെ നടക്കുന്ന ആ പ്രോഗ്രാമിൻ്റെ ലൈവ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പരിശുദ്ധാത്മ പ്രവർത്തനവും ഭയങ്കര ആരാധനയും ആളുകളൊക്കെ നിന്ന് തുള്ളുകയും ചാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഭയങ്കര സംഭവമായിരിക്കും. പക്ഷേ സൂക്ഷ്മമായി വിലയിരുത്തുന്ന ഒരാൾക്ക്, അതായത് കേവലം എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ടല്ല, നാളുകളായി ഈ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുകയും പഠിക്കുകയും അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങളെ പറയുന്നവരെ സംബന്ധിച്ച് അവർക്കൊരിക്കലും ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇന്നലെ അവിടെ ശുശ്രൂഷിച്ചത് കോട്ടയത്തുള്ള ശ്രീമാൻ തങ്കുവാണ്. ആ തങ്കുവിൻ്റെ ശുശ്രൂഷയെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. തങ്കുവിനെ അംഗീകരിക്കാൻ കഴിയില്ല, പിന്നെ എങ്ങനെയാണ് തങ്കുവിൻ്റെ ശുശ്രൂഷയെ അംഗീകരിക്കുന്നത്? ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ അംഗീകരിക്കും കേട്ടോ. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തോട് നമുക്ക് ബഹുമാനമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെ, അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയോടൊന്നും 1% നമുക്ക് റെസ്പെക്റ്റ് ഇല്ല. കാരണം എന്താ? ക്രൂശിക്കപ്പെട്ട ക്രിസ്തു പരാജിതനാണെന്ന് പറഞ്ഞ മഹാനാണ് അദ്ദേഹം. ഞാൻ ഇന്നലെ നമ്മുടെ സാമൂഹ്യ മാധ്യമത്തിൽ ഒരു കുറിപ്പ് എഴുതി, 2 സെൻറ്റൻസ്. ക്രൂശിക്കപ്പെട്ടവർക്ക് മാത്രമാണ് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ അധികാരമുള്ളൂ എന്ന്. അപ്പോൾ ചിലരൊക്കെ ചോദ്യം ചോദിച്ചു, അതെന്താ അധികാരമുള്ളൂ എന്നൊക്കെ പറഞ്ഞത്? അതിനെ കഴിയുന്നു, അങ്ങനെ എന്തെങ്കിലും ഇച്ചിരി ലഘൂകരിച്ച് പറഞ്ഞാൽ പോരെയെന്ന്. അങ്ങനെ പോരാ. ക്രൂശിക്കപ്പെട്ടവർക്ക് മാത്രമേ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ കഴിയൂ. അതാണ് പുതിയ നിയമം പഠിക്കുമ്പോൾ ലേഖനങ്ങളിലൂടെ നമുക്ക് വെളിപ്പെട്ടു വരുന്ന കാര്യം. ഒരു ശുശ്രൂഷകൻ അനുദിന ജീവിതത്തിൽ ക്രൂശിക്കപ്പെടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ദിവസേന മരിക്കുന്നില്ലെങ്കിൽ, അവൻ ബലിപീഠത്തിലല്ലെങ്കിൽ അവൻ എങ്ങനെയാണ് ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ കഴിയുക? എങ്ങനെ പ്രസംഗിക്കാൻ കഴിയും? 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്: ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അതായത് ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ. പൗലോസ് തൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ മറ്റ് ചില ഭാഗത്ത് പറയുകയാണ്, ഞാൻ ദിവസേന മരിക്കുന്നു എന്ന്. ഞാൻ ദിവസേന മരിക്കുന്നു, ഞാൻ ദിവസേന ക്രൂശിക്കപ്പെടുന്നു, അവനാൽ ഞാൻ ലോകത്തിലും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് പൗലോസ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ചില ചോദ്യങ്ങൾ വന്നു സഹോദരങ്ങളെ. ആ കുറിപ്പ് വായിച്ചിട്ട് എനിക്ക് വലിയ സങ്കടം വന്നു. പെന്തക്കോസ്ത് സമൂഹത്തിലുള്ള സഹോദരങ്ങളാണ് ആ ചോദ്യങ്ങൾ ചോദിച്ചത്. കമൻറ്റ് സെക്ഷനിലൂടെ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ ക്രൂശിക്കപ്പെട്ടവർക്കേ കഴിയൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് കർത്താവിൻ്റെ ഇടവും വലവും 2 കള്ളന്മാർ തൂങ്ങിക്കിടന്നു. അതിൽ ഒരു കള്ളൻ അദ്ദേഹം കൺഫസ് ചെയ്തു, ക്രിസ്തുവിനെ അംഗീകരിച്ചു, പർദീസയുടെ അനുഭവത്തിലേക്ക് എത്തി. മറ്റേ കള്ളൻ കള്ളനായിട്ട് തന്നെ അവിടെ കിടക്കുന്നു, അല്ലെങ്കിൽ അവൻ രക്ഷകനെ കണ്ടെത്തിയില്ല. അപ്പോൾ ക്രൂശിക്കപ്പെട്ടവർക്ക് മാത്രമാണ് ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ ഈ 2 കള്ളന്മാരിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതാ? പർദീസയിൽ പോയ കള്ളനാണോ മറ്റേ കള്ളനാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ മാറത്തടിക്കണോ തല തല്ലണോ എന്നാ ചെയ്യണമെന്ന് എനിക്കറിയാൻ മേലാതെ പോയി. ഒരു ആത്മീയമായ ആശയത്തെ അതിൻ്റെ നിലയിൽ വിശ്വാസി സമൂഹം തിരിച്ചറിയുന്നില്ല. ഞാൻ പുതിയ നിയമത്തിൻ്റെ ആകത്തുകയും ലേഖനങ്ങളിലെമ്പാടും നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ ബോധ്യങ്ങളല്ലേ അത്? പുതിയ നിയമത്തിൻ്റെ ആപ്തവാക്യം എന്താ? വരിക ക്രൂശിക്കപ്പെടുക എന്നല്ലേ? വരിക ക്രൂശിക്കപ്പെടുക. ലിറ്ററലായിട്ട് നമ്മൾ ക്രൂശിക്കപ്പെടുക എന്നുള്ള അർത്ഥമാണോ അതിന് കൊടുക്കുന്നത്? അതുപോലും സഹോദരങ്ങൾ തിരിച്ചറിയുന്നില്ല. അതിൻ്റെ കാരണം എന്താ? ഈ കാലഘട്ടത്തിൽ മതിയായ നിലയിലെ വചനപഠനമില്ല. ന്യൂ ജനറേഷൻ തള്ളിച്ചയിൽ ഇവിടുത്തെ ക്ലാസിക്കൽ പെന്തിക്കോസ്റ്റും അതിനോട് കിടപിടിക്കുമാറ് ഒന്ന് വെച്ച രണ്ട് കിട്ടുമെന്നുള്ള തലത്തിലേക്ക് അവരും മാറിപ്പോയി, വഴുതിപ്പോയി. അതാണ് ഇന്ന് കാണുന്ന കാര്യം. അപ്പം ഞാൻ എന്താ പറഞ്ഞു വന്നത്? സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങളെ കൊള്ളാകുന്നവരായി തെളിച്ചെടുത്തതുപോലെ. അങ്ങനെ കൊള്ളാകുന്നവരായി തെളിഞ്ഞു വന്നത് എങ്ങനെയാണ്? ആ സമർപ്പണാനുഭവത്തിലേക്ക് വന്നതുകൊണ്ടാണ്. ക്രൂശിക്കപ്പെടുക, ക്രൂശ് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ
മനഃപൂർവ്വമായി ബലിപീഠത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതല്ലേ ഇവിടെ ഇന്ന് ലിറ്ററലായിട്ട് ക്രൂശിക്കപ്പെടുകയല്ലോ. ക്രൂശിക്കപ്പെടുക എന്ന് പറയുന്നതിൻ്റെ ആഴമേറിയ ആത്മീയ അർത്ഥം നമ്മുടെ മുമ്പാകെ ഒരു മരക്കുരിശിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ആ മരക്കുരിശിനെ നമ്മൾ ഒരു ബലിപീഠമായിട്ടാണ് വീക്ഷിക്കുന്നത്. ആ ബലിപീഠം എന്ന് പറഞ്ഞാൽ ഇന്ന് അക്ഷരികമായി തന്നെ ഒരു ബലിപീഠം നമ്മുടെ മുമ്പിലില്ല. അത് കാണിക്കുന്നത് ഒരു സമർപ്പണത്തെയാണ്. അപ്പോൾ അങ്ങനെ ആ സമർപ്പണത്തിനായി നാം ബലിപീഠത്തിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതിന് 2 ഭാഷകൾ പൗലോസ് ഉപയോഗിച്ചു, ക്രൂശിക്കപ്പെടുക എന്നും ദിവസേന മരിക്കുക എന്നും ഒക്കെ. അതായത് ഒരാൾക്ക് എല്ലാ ദിവസവും മരിക്കാൻ പറ്റുമോ? അക്ഷരികമായൊരു മരണമല്ലല്ലോ. ആക്ഷരികമായൊരു മരണമല്ല ഉദ്ദേശിക്കുന്നത്. പകരം നാം നമ്മുടെ സ്വയത്തിന് മരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനെ ഏൽപ്പിച്ചു കൊടുക്കുക. അതിനെ ഏൽപ്പിച്ചു കൊടുത്ത ഒരുവന് മാത്രമേ നേരെ ചൊവ്വന് സുവിശേഷം പറയാൻ കഴിയൂ, അല്ലേ? അവർക്ക് മാത്രമേ ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ കഴിയൂ. അടുത്തൊരു കാര്യം കൂടെ പറയാം. ഇസ്രായേൽ മിസ്രൈം വിട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമിയിലൂടെ പ്രയാണം ചെയ്ത് യോർദാൻ കടന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് കടക്കുന്ന കാര്യം നമുക്കറിയാം. യോർദാൻ കടക്കുന്നു. യോർദാൻ കടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഴം നമ്മൾ മുന്നമേ ഒരു മെസ്സേജിൽ ദീർഘമായി പറഞ്ഞിട്ടുണ്ട്. അതറിയാൻ താല്പര്യമുള്ളവർ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ആ മെസ്സേജൊക്കെ കിട്ടും. അപ്പം അങ്ങനെ യോർദാൻ കടന്ന് അവർ മുൻപോട്ട് വരുമ്പോൾ ആദ്യത്തെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് ജെറിക്കോ. അങ്ങനെ യെരിഹോവിലേക്ക് അവർ വന്നു. യെരിഹോ അവരുടെ കാൽക്കീഴിൽ വീണു. യെരിഹോവിലുള്ളത് ഒന്നും നിങ്ങൾ മോഹിക്കരുത്, അതൊന്നും കണ്ട് എടുക്കരുത്, നിങ്ങൾ മുൻപോട്ട് പോകണം. ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ യഹോവയ്ക്ക് ശബ്ദാർപ്പിതമായി കിടക്കുകയാണ്. അതിലൊന്നും വിശുദ്ധന്മാർ സ്പർശിക്കാൻ പോകേണ്ട കാര്യമില്ലെന്ന്. അതിൽ ആഖാൻ എന്താ ചെയ്തതെന്നൊക്കെ നമുക്കറിയാം. നമ്മളതിൻ്റെ ആത്മീയ വശം എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞ ആത്മീയ വശം, അതായത് യോർദാൻ കടന്നു വരുന്നവൻ്റെ കാൽ കീഴിലായിരിക്കണം യെരിഹോ. യെരിഹോ ഈ ലോകത്തിൻ്റെ നിഴലാണ്. ജെറിക്കോ എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ നിഴലാണ്. ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ്റെ കാൽ കീഴിലായിരിക്കണം യെരിഹോ, അഥവാ ഈ ലോകം. അവിടെയുള്ളതൊന്നും അവൻ മോഹിക്കാൻ പാടില്ല. മോഹങ്ങൾക്ക് കീഴ്പ്പെടേണ്ടവനല്ല ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവൻ്റെ കാൽക്കീഴിൽ കിടക്കണം യെരിഹോ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഗ്രഹിക്കണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ പോകുന്ന ന്യൂ ജനറേഷൻ ട്രാക്ക് 90 ഡിഗ്രിയിൽ തിരിയണം. തിരിഞ്ഞെങ്കിൽ മാത്രമേ കാര്യം മനസ്സിലാകൂ. അടുത്തൊരു കാര്യം കൂടെ പറയാം. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ 2 വെള്ളിക്കാഹളങ്ങളെ കാണാം. അതായത് ഇസ്രായേൽ സഭയെ വിളിച്ചു കൂട്ടുവാനും അതുപോലെ പാളയം പുറപ്പെടുവിക്കുവാനും ഒക്കെ ഈ കാഹളം അതാതിൻ്റെ നിലയിൽ ഊതും, ഗംഭീരധ്വനി ഊതുന്നതും. അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെയുണ്ട്. ഞാനതിൻ്റെ ഡീറ്റെയിൽസിലേക്കല്ല പോകുന്നത്. അപ്പം ഇസ്രായേലിലെ പുരോഹിതന്മാർ കാഹളം ഊതിക്കൊണ്ട് ജനത്തെ കൂട്ടിച്ചേർക്കുകയും ജനത്തെ പുറപ്പെടുവിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യം. അതുപോലെ പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ പുതിയ നിയമസഭയിൽ ശുശ്രൂഷകന്മാരുടെ ഗണത്തിൽ സുവിശേഷകന്മാരുണ്ട്. ആ സുവിശേഷകന്മാരെയാണ് നമ്മൾ ഈ വെള്ളിക്കാഹളത്തിലൂടെ ചിത്രീകരിക്കുന്നത്. ഈ വെള്ളിക്കാഹളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അത് അടിപ്പുപണിയായിട്ടാണ് ഉണ്ടാക്കേണ്ടത്. ബീച്ചൺ വർക്കിലാണത് ഉണ്ടാക്കേണ്ടത്. അടിപ്പുപണിയായി കാഹളം ഉണ്ടാക്കുന്നു. വിസ്തരിച്ച് നമ്മളത് മുന്നമേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ഓടിച്ചു പറയുകയാണ്. പെന്തക്കോസ്റ്റും ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റും തമ്മിലുള്ള അന്തരമാണ് പറയുന്നത്. ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് നമ്മൾ ഈ പറയുന്ന പെന്തക്കോസ്റ്റ് ലോകത്തുള്ള ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ പറയുന്ന ആഴമേറിയ വെളിപ്പാടുകളൊന്നും അവിടെ ലഭിക്കില്ല. അവിടെ ലഭിക്കുന്നത് ഏതെങ്കിലും വാക്യം അടർത്തി പുറത്തു കൊണ്ടുവന്നിട്ട് അതിവൈകാരികമായി ആളുകളെ ചലിപ്പിക്കുകയും ഇളക്കുകയും മറിക്കുകയും അവരെ കരയിപ്പിക്കുകയും ചിരിപ്പിക്കുകയും അവരെ ഉത്തേജിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഇവിടെ നമ്മൾ അങ്ങനെയല്ല, ബോധ്യങ്ങളാണ് തരുന്നത്. ബോധ്യങ്ങൾ. ഈ മെസ്സേജ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കാതിലും കഴുത്തിലുള്ളതൊന്നും പറിച്ചിടാനായിട്ട് ഇവിടെ പറയുന്നില്ല കേട്ടോ. നിങ്ങളുടെ ആരുടെയും കാതിലും കഴുത്തിലുള്ളതൊന്നും ഇവിടെ വേണ്ട. അങ്ങനത്തെ ഇടപാടൊന്നും ഇവിടെ ഇല്ല. നിങ്ങളുടെ ഒരു കട്ടൻ ചായ പോലും വേണ്ടെന്ന് നമ്മൾ ഇടയ്ക്ക് പറയാറില്ലേ? ഞാനിതൊക്കെ ശമൂവേലിനെ കൂട്ടുപിടിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. നിങ്ങളുടെ ആരുടെയും ഒന്നും ഞാൻ മോഹിച്ചിട്ടില്ല. വല്ലോ കൈക്കൂലിയും മേടിച്ചിട്ടുണ്ടെന്നാണ് ശമൂവേൽ ചോദിക്കുന്നത്. കാര്യങ്ങളെ പറയും. അതാണ് ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ. അവരിങ്ങനെ പറഞ്ഞു കൊണ്ടുവന്നിട്ട് അതിൻ്റെ ആ ഒരു ഹൈ ടെമ്പോയിലേക്ക് കൊണ്ടുവന്നിട്ട്, സഹോദരി ഊരിക്കോ, വേഗം ഊരിക്കോ. അപ്പോൾ അഷേഴ്സ് വേഗം സഞ്ചിയായിട്ട് ചെല്ലൂ. അവളുടെ മനസ്സ് മാറുന്നതിന് മുമ്പ് മലയും കമ്മലൊക്കെ ഊരി മേടിക്കൂ. സഞ്ചിയായിട്ട് ഇങ്ങനെ മുമ്പിൽ കൂടെ വരുവാണല്ലോ. ഊരിയിട്ടോളാനാണ് പറയുന്നത്. ഇരട്ടി കിട്ടുന്നു. 2 കമ്മലിട്ടാൽ 4 കമ്മലായിട്ട് തിരിച്ചു വരും. 2 വളയിട്ടാൽ 6 വളയായിട്ട് തിരിച്ചു വരും. അങ്ങനെയൊക്കെയാണ് പറയാതെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഈ വൈകാരികത ഭയങ്കരമായിട്ട് ഇവർ ചൂഷണം ചെയ്യും. വൈകാരികത. ഓക്കെ, അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. പറഞ്ഞു വരുന്നത്, ആ വെള്ളിക്കാഹളത്തെ നമ്മൾ ചിത്രീകരിച്ചത് ഒരു പുതിയ നിയമ ശുശ്രൂഷകനെ ചേർത്ത് വെച്ചാണ്. ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ പണിയപ്പെട്ടവനായിരിക്കണം. അടിപ്പുപണികൾ ചുറ്റിക ഒരു ദാക്ഷിണ്യമില്ലാതെ അവൻ്റെ മേൽ വീഴണം. തലങ്ങും വിലങ്ങും
അങ്ങനെ അടിച്ചടിച്ച് പണതെടുത്തൊരു ശുശ്രൂഷകൻ മുടി വെച്ച് പിടിപ്പിക്കാനൊന്നും പോവില്ല എൻ്റെ പൊന്നു മാളോരെ. അങ്ങനെ അടിപ്പ് പണിയിൽ പണിയപ്പെട്ട തീയിലൂടെയും വെള്ളത്തിലൂടെയും പലവിധമായ അനുഭവങ്ങളിലൂടെ കടന്ന് വന്നവൻ, കൊടുങ്കാറ്റുകൾ അടിച്ച് അതിലൂടെ കടന്നു വരുന്നവൻ. ഏത് കൊടുങ്കാറ്റാ? നാട്ടുകാരെല്ലാം പൊങ്കാലയിടുന്ന ആ കൊടുങ്കാറ്റല്ല. സത്യവിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നവരുടെ ജീവിതത്തിൽ വരുന്ന കാറ്റുകളും കൊടുങ്കാറ്റുകളും കോളുകളും ഒക്കെയുണ്ട്. ആ കാര്യമാണ് പറഞ്ഞത്. പരിജ്ഞാനമില്ലാതെ നാട്ടുകാർ കുതിര കയറുന്ന കാര്യത്തിലല്ല ഞാൻ പറഞ്ഞത്. പരിജ്ഞാനമില്ലാതെ ഓരോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ കുതിര കയറും, അത് വേറെ കാര്യം. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്? പെന്തക്കോസ്ത് സമൂഹത്തിലുള്ള ശുശ്രൂഷകന്മാർ ശുശ്രൂഷിക്കുന്നതും ന്യൂ ജനറേഷൻകാർ ശുശ്രൂഷിക്കുന്ന തമ്മിൽ വലിയ അന്തരമല്ലേ? വലിയ അന്തരമാണ്. അവരുടെ ശുശ്രൂഷയിൽ നമ്മുടെ ആത്മാവിൽ ചില സ്പർശനങ്ങൾ ലഭിക്കും. അത് പരിശുദ്ധാത്മാവിലല്ല, വേറെ ആത്മാവിലാണെന്ന് മാത്രം. അപ്പം നമ്മുടെ പെരുവിരലൊക്കെ അനങ്ങും, നിൽക്കുന്നിടത്തൊന്ന് പൊങ്ങാൻ തോന്നും, വിരലയിൽ കുത്തി ഒന്ന് പൊങ്ങി നോക്കും, അല്ലെങ്കിൽ ഉപ്പൂറ്റി പൊങ്ങി നോക്കും. അങ്ങനെയൊക്കെ ചിലപ്പോൾ ചലനങ്ങളൊക്കെ ഉണ്ടാവും. അതേസമയം യഥാർത്ഥ പെന്തക്കോസ്ത് ശുശ്രൂഷകർ അവർ നിർമ്മലമായ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അത് നമ്മുടെ സദ്യമജ്ജകളെ തുളച്ചു കയറി പ്രാണനെയും വേർപിടിവിച്ചുകൊണ്ട് ആത്മാവിൽ നമ്മുടെ മനസ്സാക്ഷിയെ ഹിറ്റ് ചെയ്യും, മനസ്സാക്ഷിയെ തൊട്ടുണർത്തും. അന്നേരം നമുക്ക് ചിരിക്കാനും തലകുത്തി മറിയാനൊന്നും തോന്നില്ല. അന്നേരം എന്തായിരിക്കും? അന്നേരം ദൈവഭയമായിരിക്കും വെളിപ്പെടുന്നത്. സറണ്ടർ ചെയ്യാനുള്ള ആഹ്വാനങ്ങളായിരിക്കും ഓരോ കാര്യങ്ങളിലൂടെയും വചനത്തിലൂടെ വെളിപ്പെടുന്നത്. സറണ്ടർ ചെയ്യാനുള്ള ആഹ്വാനങ്ങൾ. ഇത് തമ്മിൽ ഒരു ബന്ധവുമില്ല സഹോദരങ്ങളെ. വലിയ അന്തരമാണ്. സമയം മുന്നോട്ട് പോയതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ വേഗം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു ഒരു പരാജിതനാണെന്ന് പറഞ്ഞ ശ്രീമാൻ തങ്കു ഇന്നലെ കോട്ടയത്ത് നമ്മുടെ ബഹുമാന്യരായ അച്ചായന്മാരുടെയൊക്കെ, അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു പരാജിതനായ ക്രിസ്തുവാണെന്ന് പറഞ്ഞ ശ്രീമാൻ തങ്കു അവറുകൾ നമ്മുടെ ബഹുമാന്യരായ ശുശ്രൂഷകന്മാരെ എല്ലാം വേദിയിലും അവിടെ ഇവിടെയൊക്കെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹം ഇന്നലെ അവിടെ കസരത്ത് നടത്തി. അത് ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ എന്ന നിലയിൽ എനിക്കൊരിക്കലും യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് മാത്രമല്ല, ഞാനിന്ന് ഓപ്പണായിട്ട് നിങ്ങളോട് പറയുകയാണ്, 2 മാസം മുമ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു മെസ്സേജിൽ നമ്മൾ ആ വാത്സല്യ സഹോദരൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു അല്പഭാഗം കാണിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ അല്പഭാഗം മുറിച്ചെടുത്ത് നമ്മൾ കാണിച്ചതുകൊണ്ട് നമ്മുടെ പുറത്തുള്ള ഉപദേശി നമ്മളെ ശപിക്കുമെന്ന് എനിക്ക് അറിയില്ല. എങ്കിലും നമ്മൾ ഒരു ധൈര്യം സംഭരിച്ച് അന്നത് കാണിച്ചു. ആ മെസ്സേജ് യൂട്യൂബിലുണ്ട്. അന്ന് എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ കാണിച്ചത്? അത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു എരിവ് നിമിത്തമാണ്. പൗലോസ് പറയുന്ന പോലെ നിങ്ങളിത് പൊറുക്കുന്നത് ആശ്ചര്യം എന്ന് പറഞ്ഞതുപോലെ നമുക്കങ്ങ് പൊറുക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ആ വീഡിയോയിലൂടെ അദ്ദേഹത്തിൻ്റെ ശബ്ദം നമ്മൾ ലോകക്കാരെ കേൾപ്പിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം തിരുവല്ലായിൽ കുറ്റപ്പുഴ നിന്നുകൊണ്ട് ലോകപ്രശസ്തനായ പിന്മാറ്റക്കാരൻ ശ്രീമാൻ KP യോഹന്നാൻ അവറുകളുടെ ഫ്യൂണറലിന് പ്രസംഗിച്ച പ്രസംഗമാണ് നമ്മൾ കാണിച്ചത്. മൺമറഞ്ഞു പോയ ആ പ്രസിദ്ധനായ മനുഷ്യൻ ഒരു കാലത്ത് അദ്ദേഹം മലയാളക്കരയിലെ ഒരു പ്രശസ്തനായ പ്രസംഗിയായിരുന്നു. പെന്തിക്കോസ്തുകാരുടെ ഇടയിലുള്ളൊരു പ്രസംഗിയായിരുന്നു. അദ്ദേഹം അറിയപ്പെടുന്നൊരു പെന്തക്കോസ് ഗ്രൂപ്പിലെ ഒരു വിശ്വാസിയും അതുപോലെ തന്നെ പിന്നത്തേതിൽ ശുശ്രൂഷാമുഖത്ത് നിന്നയാളാണ്. എന്നാൽ കാലാന്തരത്തിൽ അദ്ദേഹത്തെ ഏതൊക്കെയോ ആത്മാക്കൾ സ്വാധീനിച്ചു. ആ ആത്മാക്കളുടെ സ്വാധീന വലയത്തിൽപ്പെട്ട് അദ്ദേഹം ഇങ്ങനെ ചാടി പോയി നടുക്കടലിൻ്റെ ഒത്ത നടുക്കെത്തിയപ്പോൾ അദ്ദേഹം അവിടെ നിന്നിട്ട് ഉച്ചൈസ്തരം വിളിച്ചു പറഞ്ഞു, ഞാനൊരു വെളിപ്പാട് കണ്ടിരിക്കുന്നു. യുറേക്ക എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു വെളിപ്പാട് കണ്ടിരിക്കുന്നു. ഓർത്തഡോക്സി മാത്രമാണ് യഥാർത്ഥ രക്ഷയ്ക്കുള്ള വഴിയെന്ന് പുള്ളി കണ്ടുപിടിച്ചു. അങ്ങനെ പുള്ളി ഓർത്തഡോക്സിയിൽ അഭയം ചൊല്ലി. പുള്ളിക്ക് കാര്യമായ താടി മുടിയൊന്നും ഉള്ള ആളല്ല, എങ്കിലും കഷ്ടപ്പെട്ട് കുറേ വർഷങ്ങൾ കൊണ്ട് 5-6 താടിയൊക്കെ പുള്ളി ഒപ്പിച്ചു. നല്ല താടി വേണം ഓർത്തഡോക്സിയിൽ. അതാണ് ഓർത്തഡോക്സിയുടെ ഒരു പ്രത്യേകത. നല്ല തൂവെള്ള താടി ഇങ്ങനെ ഈ വയറിൻ്റെ ഈ ഭാഗം വരെ ഇങ്ങനെ തൂങ്ങിക്കിടക്കണം. അപ്പോഴാണ് ശരിയായൊരു ഓർത്തഡോക്സി നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നത്. എങ്കിലും നമുക്ക് കൂട്ടിയേക്കാം, പുള്ളി തന്നെ വാക്കാൽ പറഞ്ഞതല്ലേ, സ്വന്തം സാക്ഷിயின் വചനങ്ങളാൽ പറഞ്ഞതാണ് താനൊരു ഓർത്തഡോക്സുകാരനായിരിക്കുന്നു പൂർണ്ണമായിട്ടും. അപ്പോൾ അങ്ങനെ അദ്ദേഹം കാലം ചെയ്തിരിക്കുന്നു, ദിവംഗതനായി. അങ്ങനെ ദിവംഗതനായ അദ്ദേഹത്തിൻ്റെ ഈ ഭൗതിക ശരീരം അവിടെ വെച്ചുകൊണ്ട് വളരെയധികം ആളുകൾ അദ്ദേഹത്തെ ശ്ലാഘിച്ചുകൊണ്ടൊക്കെ പ്രസംഗിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ബഹുമാനായ കോട്ടയംകാരൻ, അതായത് ഇന്നലെ നമ്മുടെ IPC AG ഷാരോൺ ചർച്ച് ഓഫ് ഗോഡ്, ആ ഗോഡ് ഈ ഗോഡ് എല്ലാ ഗോഡിലെയും സീനിയർ മോസ്റ്റ് പാസ്റ്റർമാരെയൊക്കെ ഇരുത്തിക്കൊണ്ട് പ്രസംഗിച്ച അദ്ദേഹം, അതായത് അഗ്നി നാവുകളുള്ളൊരു ഉപദേശിയൊക്കെ ആ വേദിയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഏതർത്ഥത്തിലെ ഈ അഗ്നിനാവ് എന്നൊക്കെ പറയുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്തു ആകട്ടെ, അവരെയൊക്കെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹം ഇന്നലെ അവിടെ പ്രസംഗിച്ചു. ഇന്നലെ അവിടെ പ്രസംഗിച്ചതിനും 2 മാസം മുമ്പ് അദ്ദേഹം ഈ കുറ്റപ്പുഴ നിന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഇതൊരു മഹാനായ മനുഷ്യനാണ് ഈ കിടക്കുന്നത്. അതിനൊന്നും തർക്കമില്ല, ലോകം മുഴുവൻ അറിയുന്ന ആളല്ലേ. അദ്ദേഹം
സുവിശേഷ രണാങ്കണത്തിൽ നടത്തിയ പോരാട്ടങ്ങൾ വർണ്ണിക്കാൻ വാക്കുകളില്ല. അദ്ദേഹത്തിൻ്റെ ആരംഭത്തേക്കാൾ അവസാനമാണ് ഏറ്റവും ശോഭനമായിരുന്നു. ഞെട്ടിപ്പോകും നമ്മൾ. കാരണം എന്നാ, ആ അവസാന നിമിഷം അദ്ദേഹത്തിൻ്റെ മരണസമയം സ്തേഫാനോസ് മരിച്ച സമയത്ത് കർത്താവ് എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചതുപോലെ ഈ മാന്യദേഹത്തെ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചു. അങ്ങനെ അദ്ദേഹം കാര്യങ്ങളെ പറഞ്ഞ് മുന്നോട്ട് വരികയാണ്. അങ്ങനെ ഇദ്ദേഹത്തെക്കുറിച്ച് ഒത്തിരി വർണ്ണനകളൊക്കെ പറഞ്ഞു. അതിൽ രസകരമായ കാര്യം എന്നാണെന്നറിയാവോ? കർത്താവ് എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചത് ആരെയാ? സത്യവിശ്വാസം എറിഞ്ഞു കളഞ്ഞ് അഗ്നിമയമായ പ്രമാണത്തെ അറബിക്കടലിൽ മുക്കിക്കളഞ്ഞ് വിശ്വാസ വഴിയിൽ നിന്ന് വഴുതിപ്പോയ ഈ മനുഷ്യനെ കർത്താവ് എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ശ്രീമാൻ തങ്കു ആഹ്വാനം ചെയ്യുന്നത് എന്താ? നിങ്ങളെല്ലാവരും പിന്മാറിയാലും നിങ്ങളെ കർത്താവ് എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുന്നല്ലേ? But great is his reward in heaven, and I am sure that when he entered the heavenlies, Jesus himself, as Stephen was welcomed by Jesus, he will be welcomed in the heavenly abode. I extend again my condolences, and in the future all the help as a friend, as a co-worker with the believers church. എന്ത് തെറ്റായ ആശയമാണ് മനുഷ്യൻ പറയുന്നത്? അതൊക്കെ വെറും ഇമോഷണലായി സംസാരിക്കുന്നതല്ലേ? ഞാൻ അടിവരയിട്ട് പറയുന്നു, ഈ ന്യൂ ജനറേഷൻ പെന്തിക്കോസ് ഗ്രൂപ്പിലുള്ള ഒരുത്തിന് ഉപദേശവും വചനവും അറിയില്ല. അത് എന്താ അങ്ങനെ പറയുന്നത്? അടച്ചാക്ഷേപിക്കുവാണ്? ഒരിക്കലുമല്ല. ആ മനുഷ്യരുടെയൊക്കെ വ്യക്തിത്വത്തെ പൂർണ്ണമായും മാനിക്കുന്നു. എന്നാൽ ഇങ്ങനെ പറയുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താ? അവരുടെ എല്ലാം പ്രസംഗങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പ്രസംഗത്തിൻ്റെ ഒരു മുക്കിലോ ഒരു മൂലയിലോ എന്തെങ്കിലും ഒരു നാക്കുപിഴ എടുത്ത് പുറത്തു കൊണ്ടുവരികയല്ല. നാളുകളായി പഠിക്കുകയാണ് നമ്മൾ. നാളുകളായി പഠിക്കുകയാണ്. ഈ ആത്മാവിനെ വിവേചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ. ഞാനൊരു 10-15 വർഷത്തിലധികമായി ഇതിനെ വിവേചിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കതിൻ്റെ ഉത്തരങ്ങളും ബോധ്യങ്ങളൊക്കെ ലഭിച്ചതുകൊണ്ടാണ് ഞാൻ ഉറക്കെ പറയുന്നത്. ഒരു സന്ദേഹവും ഇല്ലാതെ പറയുന്നത്. ചഞ്ചലിപ്പൊന്നും ഇല്ലെന്നേ, വളരെ കൃത്യതയോടാണ് പറയുന്നത്. അവരുടെ ഉപദേശം, അവരുടെ പഠിപ്പീരുകൾ, അവരുടെ കൂട്ടുകെട്ടുകൾ, അവരുടെ ഇടപാടുകളെല്ലാം നമ്മൾ വീക്ഷിക്കുമ്പോൾ നമുക്ക് ഉത്തരങ്ങൾ ലഭിക്കുകയാണ്. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, വിവേചിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമ്മൾ മനസ്സിലാക്കുകയാണല്ലോ. എന്നാൽ സകല വിശുദ്ധന്മാരോട് ഞാൻ പറയാണ്, വിവേചന വരമൊന്നും ഇല്ലെങ്കിലും സാരമില്ല. വിവേചന വരമൊക്കെ നിങ്ങൾ പ്രാപിക്കണം. വിവേചന വരം ഇല്ലെങ്കിൽ തന്നെയും ഞാൻ പറയാണ്, നിങ്ങൾക്കും വിവേചിക്കാൻ, കാര്യങ്ങളെ വിലയിരുത്താം. എങ്ങനെയാ? ഇവരുടെ പ്രസംഗങ്ങളെല്ലാം ഒബ്സർവ് ചെയ്യുക. ബരവക്കാരെ പോലെ അതെല്ലാം വചനവുമായിട്ട് കൂട്ടിവെച്ച് നോക്കുക. അതുപോലെ തന്നെ ഇവരുടെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ, ഇവരുടെ ഇടപാടുകൾ, ഇവരുടെ ഐഡിയോളജി, ഇതെല്ലാം, ഇവരുടെ കൂട്ടുകെട്ടുകൾ, ബന്ധങ്ങൾ, ഇടപാടുകൾ എല്ലാം നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരത്തിലെത്താൻ കഴിയും. അപ്പോസ്തലന്മാർ പറഞ്ഞതിൽ നിന്ന് ഒരു മില്ലിമീറ്റർ മാറാൻ നമുക്ക് അനുവാദമില്ല. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെ ഉറ്റുനോക്കുവിൻ, അവരെ കുറിക്കൊള്ളുവിൻ, അത്തരക്കാരെ ശ്രദ്ധിക്കുവിൻ. അതിന് വിരുദ്ധമായവരെ കുറിച്ചാണ് അടുത്ത വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അവർ ക്രൂശിൻ്റെ ശത്രുക്കൾ. അത്തരക്കാർ ക്രൂശിൻ്റെ ശത്രുക്കൾ. അപ്പം ശരിയായ പാറ്റേണിൽ ശുശ്രൂഷിക്കുന്നവർ, അപ്പോസ്തലന്മാരുടെ അതേ പാറ്റേണിൽ, അപ്പോസ്തലന്മാർക്ക് ഉയരത്തിൽ നിന്ന് ലഭിച്ച ബോധ്യത്തിലാണ് അവർ ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ. മറ്റൊരു ഭാഗത്ത് പറഞ്ഞ പോലെ, ഞാൻ വെളിപ്പാടിനനുസരിച്ച് അത്രയും സഞ്ചരിക്കുന്നത്. ആ വെളിപ്പാടിനനുസരിച്ച് സഞ്ചരിച്ചുകൊണ്ട് ശുശ്രൂഷിക്കുകയും ആ ശുശ്രൂഷകൾ ലിഖിതമായി എഴുതി വെച്ചിരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ മാതൃകയുണ്ട്. അത് വിട്ടിട്ട് അമാതൃകയായി സഞ്ചരിക്കുന്ന ആരെയും അംഗീകരിക്കേണ്ട കാര്യം നമുക്കില്ല. ഒരു നുഴഞ്ഞുകയറ്റക്കാരനെ നമുക്ക് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. അംഗീകരിച്ചാൽ സംഭവിക്കുന്ന നഷ്ടം നമുക്കാണ്. നമ്മുടെ നിത്യതയാണ് തുലാസിലാടുന്നത്. കൈവിടപ്പെട്ടു പോകാൻ സാധ്യതയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ? ഇദ്ദേഹം അവിടെ വിളിച്ചു പറഞ്ഞത്, ഇങ്ങനെ പിന്മാറിപ്പോയ ആളെ കർത്താവ് എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ, ആ ഫ്യൂണറലിനും ഒരു 40 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ 40 അടിയന്തരമുണ്ട്. പെന്തിക്കോസ്തുകാർ ഇതുവരെ 40 അടിയന്തരം അങ്ങനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെന്നുള്ളതാണ് എൻ്റെ അറിവ്. ഇനി എവിടെയെങ്കിലുമൊക്കെ നടത്തുന്നുണ്ടോ എന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ 40 അടിയന്തരം നടത്താതെ ഒക്കില്ല. കാരണം ഓർത്തഡോക്സി ആയിപ്പോയതുകൊണ്ട് അതിൻ്റെ ചിട്ടവട്ടങ്ങളെല്ലാം പാലിക്കണം. അതിൻ്റെ രീതികളെല്ലാം പൂർത്തീകരിച്ചെങ്കിലേ ആത്മാവിനെ കയറ്റിവിടാൻ പറ്റൂ. ഈ മരിക്കുമ്പോൾ തന്നെ ആത്മാവ് അങ്ങ് പോവുമല്ല. അത് ഇതിൽ ചുറ്റിക്കറങ്ങും ഒരു 40 ദിവസം. പെന്തിക്കോസുകാരൻ്റെ ചുറ്റിക്കറങ്ങില്ല കേട്ടോ. പെന്തിക്കോസുകാരൻ്റെ മരിച്ചാൽ തൽക്ഷണം, അത് സെക്കൻഡിൻ്റെ ഒരു അംശത്തിൽ കീഴോട്ടോ മേലോട്ടോ പോകും. ഗുണമുള്ള പെന്തിക്കോസാണെങ്കിൽ മേലോട്ട് പോകും, അല്ലാത്തതാണെങ്കിൽ
നേരെ കീഴോട്ട് പോകും. ടോർമെൻറ്റിംഗ് പ്ലേസ് അഥവാ യാതനാ സ്ഥലത്തേക്ക് പോയി തൽക്കാലം വിശ്രമിക്കും. പിന്നത്തേതിൽ പേർ വിളിക്കും, നിശ്ചയമായും പേർ വിളിക്കുമ്പോൾ വെള്ളസിംഹാസനത്തിന് മുമ്പാകെ വരാം. പിന്നത്തേതിൽ അവിടെ നിന്ന് നമുക്ക് പോയി മറ്റേ പൊയ്കയിൽ നീന്തി തുടിക്കാം. പൊയ്കയിൽ കുമാരദേവനല്ല, പൊയ്കയിൽ പോയി നീന്തി തുടിക്കുക. അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതാണ് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തിൻ്റെ ഗ്രാഹ്യം, അവരുടെ ബോധ്യം. അതുപോലെ തന്നെ 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ 2 കൊരിന്ത്യർ ലേഖനം 8-9 വായിച്ചുകൊണ്ട് നമ്മൾ ദീർഘമായി ഇതിനെക്കുറിച്ചൊക്കെ പ്രസംഗിച്ചിട്ടുള്ളതാണ്. പലരുടെയും പ്രസംഗങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്. അതെന്തിനാ അങ്ങനെ കേൾപ്പിച്ചത്? പെന്തക്കോസ് ലോകത്ത് ഈ വാക്യം തെറ്റായി പഠിപ്പിക്കുന്ന വാക്യമാണ്, തലതിരിഞ്ഞ നിലയിൽ പഠിപ്പിക്കുന്ന വാക്യങ്ങളാണ്. ഈ വാക്യത്തിൻ്റെ ശരിയായ ഉത്തരം അറിയാവുന്ന ഒരാൾ പോലും ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തലില്ല. അപ്പോൾ ചോദിക്കും, പെന്തിക്കോസ്റ്റിൽ എല്ലാവർക്കും അറിയാവുമെന്ന് ചോദിച്ചാൽ പെന്തിക്കോസ്റ്റിൽ ഇത് തെറ്റായി പറയുന്നവരുണ്ട്. എന്നാൽ പെന്തക്കോസ്തിൽ ഈ കാര്യത്തെക്കുറിച്ച് ഗ്രാഹ്യമുള്ള ധാരാളം ദൈവദാസന്മാരുണ്ട്. അതാണ് അന്തരം. അവരുടെ മേൽ വേലയ്ക്ക് വിളിയുള്ളതുകൊണ്ടും പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നതുകൊണ്ടും ആത്മാവിൽ അവർക്ക് കാര്യങ്ങളെ വെളിപ്പെടുകയാണ്. അതേസമയം ന്യൂ ജനറേഷൻ ഗ്രൂപ്പിലെ ധാരാളം പേരുടെ പ്രസംഗം, കൊട്ടാരക്കര അപ്പോസ്തോലൻ്റെ പ്രസംഗവും നമ്മുടെ കയ്യിലുണ്ട്, ഈ വാക്യത്തെ പ്രതിയൊക്കെ വ്യാഖ്യാനിക്കുന്നത്. അത് ഒരു ദുരുപദേശം എന്നുള്ള നിലയിൽ ഞാൻ പറയില്ല, കാരണം അത് വ്യാഖ്യാന പെശക്, തെറ്റായ വ്യാഖ്യാനം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ദുരുപദേശം എന്ന് പറയുന്നത് എന്താ? അടിസ്ഥാന ഉപദേശങ്ങളെ മറിച്ചു കളഞ്ഞുകൊണ്ട് തെറ്റായ ആശയം പ്രചരിപ്പിക്കുന്നതിനെയാണ് ദുരുപദേശം എന്ന് പറയുന്നത്. ഇത് വ്യാഖ്യാന പെശകും വിശദീകരണത്തിലെ പോരായ്മകളും എന്നൊക്കെയുള്ള നിലയിൽ നമുക്ക് പരിഗണിക്കാം. അങ്ങനെ ധാരാളം വാക്യങ്ങൾ ആളുകൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിന് വ്യാഖ്യാന പെശകുകൾ എന്നൊക്കെ വിളിക്കാം. അങ്ങനെ കൂട്ടാൻ പറ്റുള്ളൂ. ഈ വാക്യപ്രകാരം ഇവർ ഓരോരുത്തരും പറയുന്നതിൽ വ്യത്യാസമുണ്ട്. എന്നാൽ പോലും ഫൈനൽ ഉത്തരം ഇതാണ്: നമ്മെ പണക്കാരനാകാൻ വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നാം എല്ലാവരും പണക്കാരനാകുവാൻ വന്നിരിക്കുന്നു, നമ്മെ പണക്കാരനാകാൻ വിളിച്ചിരിക്കുന്നു എന്നൊരു ന്യൂ ജനറേഷൻ ഗ്രൂപ്പിൽ ഉപദേശി പറയുകയാണ്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടെ. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്, ആളുകൾ ചീത്ത പറയാണ്. ഒരു അഞ്ചലുകാരൻ ഒരു ഇച്ചിരി ഒരു താടിയൊക്കെ വെച്ചിട്ടൊരു ചങ്ങാതി തിരുവനന്തപുരത്തെങ്ങാണ്ട് നിന്ന് പുള്ളി പ്രസംഗിക്കുകയാണ്. പുള്ളി ഭയങ്കര കോടീശ്വരനാണ്, പുള്ളി പണക്കാരനാണ്, അദാനി അംബാനിയെ പോലെയെന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് പുള്ളി പറയാണ്, നിങ്ങളെയൊക്കെ പണക്കാരനാകാനായിട്ട് വിളിച്ചിരിക്കുകയാണ്, നിങ്ങളൊക്കെ എന്തുകൊണ്ട് പണക്കാരനാകുന്നില്ലെന്നാണ് പുള്ളി ചോദിക്കുന്നത്. ആളുകൾ എന്തെല്ലാമൊക്കെയാണ് പറയുന്നത്. ചില സമയത്ത് ഈ KSRTC ബസ്സൊക്കെ ഇടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, രാവിലെ ഒരു ഇടി, ഉച്ചയ്ക്കൊരിടി, വൈകിട്ടൊരിടി. രാവിലെ തിരുവനന്തപുരത്താണ്, വൈകിട്ട് കോഴിക്കോടായിരിക്കും. അതുപോലെ മറ്റന്നാൾ ഇടിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കാസർഗോഡായിരിക്കും. അങ്ങനെ ഇടിയുടെ ഒരു പൂരമായിരിക്കും, ഇടിയുടെ ഒരു ആഴ്ചയായിരിക്കും അത്. അങ്ങനത്തെ ഒരു സംഭവം കേൾക്കാറുണ്ട്. ഇതിപ്പോൾ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്ത് ഉപദേശിമാരെ ഓരോരുത്തരെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ആളുകൾ കൈകാര്യം ചെയ്യുക. വിശേഷിച്ച് ഈ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ അതെടുത്ത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. വിശേഷിച്ച് ഈ ഓൺലൈൻ മാധ്യമങ്ങളിലുള്ള ആളുകളൊക്കെ അത് ഭയങ്കരമായി എക്സ്പോസ് ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഞാൻ അതിനോട് യോജിക്കുന്ന ആളല്ല. ഏതിനോടാ? ഈ ഓൺലൈൻ മാധ്യമക്കാർ ഈ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊന്നും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലൊന്നും അല്ല. നിങ്ങൾ അങ്ങനെ ധരിക്കുന്നുണ്ടെങ്കിൽ ആ ധാരണയൊക്കെ മാറ്റിക്കൊള്ളുക. ദൈവസഭയും ദൈവരാജ്യത്തെയൊക്കെ അപമാനിക്കാൻ വേണ്ടി തന്നെയാണ് സാത്താൻ അവരെയൊക്കെ കരങ്ങളിലെടുക്കുന്നത്. സാത്താൻ ഈ ന്യൂ ജനറേഷൻ കുഞ്ഞാടുകളെ കൊണ്ട് ഓരോരോ കോപ്രായങ്ങൾ ഒപ്പിക്കും. അത് വൈറലാകും, അത് ഭയങ്കരമായ കലക്കങ്ങളാവും, പ്രശ്നങ്ങളാവും, പ്രതിസന്ധികളാവും. അങ്ങനെ സാത്താൻ ഇതൊക്കെ ഈ ഓൺലൈൻ മാധ്യമക്കാരെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്യിച്ച് ലോകം മുഴുവനും അറിയിക്കും. അങ്ങനെ ലോകം മുഴുവനും അറിയിക്കുന്ന സമയത്ത് മാലോകരെല്ലാം വിചാരിക്കുന്നത് എന്താ? ഈ പെന്തിക്കോസുകാരെന്ന് പറയുന്ന ആൾക്കാരെല്ലാം ഒരു വല്ലാത്ത വർഗം തന്നെയാണ്, അല്ലെങ്കിൽ ഇവന്മാർ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെയാണ് അവിടെയൊക്കെ കമൻ്റ് എഴുതുന്നത്. സത്യത്തിൽ എന്ത് വില കൊടുത്താണ് പെന്തക്കോസിലെ പല ശുശ്രൂഷകന്മാർ ജീവിക്കുന്നതെന്നുള്ളത് വിശ്വാസികൾ അറിയുന്നില്ല. വലിയ വില കൊടുത്ത് ജീവിക്കുന്ന ദൈവദാസന്മാരുണ്ട്. ഈ നോർത്ത് ഇന്ത്യയിലും അതുപോലെ നമ്മുടെ അയൽ രാജ്യങ്ങളിലും ആഫ്രിക്കയിലും ഒക്കെ കടന്നുപോയി മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ടല്ലോ. അതുപോലെ സഭകളെ പരിപാലിക്കുന്ന ദൈവദാസന്മാരുണ്ട്. എല്ലാവരും വലിയ വില കൊടുത്താണ് അവർ മുൻപോട്ട് പോകുന്നത്. അങ്ങനെ വില കൊടുത്ത് മുൻപോട്ട് പോകുമ്പോൾ ഈ പറയപ്പെട്ട ആളുകളിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങളാൽ ദൈവനാമം ദുഷിക്കപ്പെടുകയല്ലേ?
ദൈവനാമം ദുഷിക്കപ്പെടുകയാണ്. ഇവരെല്ലാം പച്ചയ്ക്ക് പറയുകയാണ് കർത്താവ് യേശു ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുന്നത് പണക്കാരനാകാനാണെന്ന്. ഇന്ന് ഞാൻ നമ്മുടെ സൈറ്റിലൊരു വീഡിയോ ഇട്ടു. ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയും കോട്ടയത്ത് പ്രസംഗിച്ച ശ്രീമാൻ പാൽ തങ്കയ്യ അവറുകളുടെ ചർച്ചിൽ ഒരു കള്ളപ്രവാചകൻ വന്ന് പ്രസംഗിക്കുന്നതാണ്. അതായത് 30,000 35,000 പേരുള്ളൊരു സഭയിൽ വന്ന് പ്രസംഗിക്കുകയാണ്. മരിച്ച യേശുക്രിസ്തുവിൻ്റെ ശരീരം പിച്ചക്കാർക്കല്ല കൊടുത്തത്, അരിമത്തിക്കാരൻ ജോസഫ് എന്ന ധനവാനാണ് കൊടുത്തത്. കർത്താവ് എല്ലാവരും ധനസമൃദ്ധിയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യമാണ് പുള്ളി പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാം പണക്കാരാകണം. പച്ചയ്ക്ക് പറയാണ്, നിങ്ങളെല്ലാം പണക്കാരനാകണമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ മാന്യദേഹം ആലപ്പുഴക്കാരൻ എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. യേശു ഭൂമിയിൽ ദരിദ്രനായി ജീവിച്ചത് നാം ഭൂമിയിൽ സമ്പന്നർ ആകാനാണ്. സമ്പന്നരെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, വേറൊരു ഭാഷ ഉപയോഗിച്ചാൽ ചിലർക്ക് ഇഷ്ടപ്പെടില്ല. നമ്മൾ പണക്കാരാകാനാണ്. പണക്കാരെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും നമുക്ക് സമ്പത്ത് വേണം, സമ്പന്നത. അത് അപ്പോൾ ഈ ആലപ്പുഴക്കാരൻ സഹോദരൻ പറയുന്നതും നമ്മയെല്ലാം പണക്കാരനാകുവാൻ വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് വീഡിയോയിലൂടെ അദ്ദേഹം പറയുന്നത്. ഇനി നമുക്ക് മുൻപോട്ട് പോകാം. അതായത് എന്തുകൊണ്ട് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് ഗ്രൂപ്പിനെ നമ്മൾ അംഗീകരിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ അവർക്കൊരു അടിസ്ഥാനമില്ലെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. എല്ലാവരും അത് പറയുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, കൃത്യമായൊരു അടിസ്ഥാനമില്ല. അവർ പല കാര്യങ്ങളുമൊക്കെ പറയുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അതിൻ്റെ ക്രമത്തിലും അടുക്കടുക്കായിട്ടും അല്ല അവർ കൈകാര്യം ചെയ്യുന്നത്. കാര്യങ്ങളെ അങ്ങനെയല്ല കൈകാര്യം ചെയ്യുന്നത്. അതായത് ആദിമകാലം മുതൽ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതും പിന്നീട് പൂർവന്മാരൊക്കെ പ്രസംഗിച്ചതും പെന്തക്കോസ്തിൻ്റെ തലമുതിർന്ന അഭിഷിക്തന്മാരൊക്കെ പ്രസംഗിച്ചു പോയത് ഞാൻ പറഞ്ഞല്ലോ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെയാണെന്ന്. അതായത് ക്രൂശ് വെളിപ്പെടുത്തി രക്ഷാസന്ദേശം അറിയിച്ച് ജനം രക്ഷയിലേക്ക് വന്ന് അങ്ങനെ അവരെ പിന്നത്തതിൽ വിശ്വാസ സ്നാനത്തിലൂടെ മുൻപോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ആ കാര്യത്തെ നമ്മൾ ഒരു പഠനത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട്. ടാബർനാക്കിളിൻ്റെ പഠനത്തിലൂടെ നമ്മൾ സവിസ്തരം തെളിയിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടൊക്കെ കണ്ട ആളുകൾ അന്തം വിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താ ഈ പറയുന്നതെന്നൊക്കെ. അതേസമയം നിങ്ങൾ ഓരോരുത്തരും ഓർക്കണം, വളരെ വർഷങ്ങളായി പെന്തക്കോസ്ത് സമൂഹത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് നമ്മളാ പറഞ്ഞ പല കാര്യങ്ങളും മനസ്സിലായില്ല. അതവർ നേരിട്ട് പറഞ്ഞ കാര്യമാണ്, അവർക്കതൊന്നും പിടികിട്ടുന്നില്ല. നിങ്ങളിൽ പലരും പുതുതായി വിശ്വാസത്തിൽ വന്ന ആളുകളാണ്. പുതുതായി എന്ന് പറഞ്ഞാൽ 5 വർഷം 10 വർഷം 15 വർഷം 20 വർഷം അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ അപ്പനപ്പൂപ്പന്മാരായിട്ട് പെന്തിക്കോസ് ലോകത്ത് അങ്ങനെ ജനിച്ചു വളർത്തപ്പെട്ട് വന്നവരൊന്നുമല്ല. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഓർത്തോ, കൃപയാണ്. ദൈവസന്നിധിയിൽ താണുകൊള്ളുക. ഇതിൻ്റെയൊക്കെ ആഴം മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. പാപിയായൊരു മനുഷ്യന് പരിശുദ്ധനായ ദൈവത്തോട് അടുക്കാൻ കഴിയില്ല ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ. അതേസമയം പാപിയായ മനുഷ്യനെ പരിശുദ്ധനായ ദൈവത്തോട് അടുപ്പിക്കുന്നത് സമാഗമന കൂടാരത്തിൻ്റെ മുൻപിലിരിക്കുന്ന ബലിപീഠമാണ്. 3 പ്രധാനപ്പെട്ട പോയിന്റ്സാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത്. 1 പാപിയായ മനുഷ്യൻ, 2 പരിശുദ്ധനായ ദൈവം. അതിന് നടുവിൽ ബലിപീഠം ഇരിക്കുന്നു. അതായത് കാൽവറിയിലെ ക്രൂശ്. ആ ക്രൂശ് മുൻനിർത്തിക്കൊണ്ടാണ് പെന്തിക്കോസ്തുകാർ എല്ലാ കാലത്തും മുൻപോട്ട് പോയത്. അപ്പോൾ എല്ലാവരും അങ്ങനെയാണോന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് വ്യതിചലിച്ചു പോയെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇനി ചോദ്യം ചോദിക്കരുത് സഹോദരങ്ങളെ, ദൈവത്തെ ഓർത്ത്. ഇനിയൊരു ചോദ്യം ചോദിച്ചു വരരുത്, താങ്ങാനുള്ള ശേഷിയില്ല. ഇതിൽ ധാരാളം ശുശ്രൂഷകർ ജഡത്തിൽ വീടുപോയി അവരാ ക്രൂശൊക്കെ മാറ്റിവെച്ചു. അവരിപ്പോൾ ആളുകളെ കൊണ്ടുവന്ന് അതിവൈകാരികമായി സംസാരിച്ച് അവരെ ഒരു മായാപ്രപഞ്ചത്തിൽ എത്തിച്ചിട്ട് നേരെ സ്നാനക്കുളത്തിലേക്ക് ഇറക്കുകയാണ്. ക്രൂശിൻ്റെ ദർശനം പ്രാപിച്ചിട്ടല്ല, കാര്യങ്ങളെ ഗ്രഹിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും പാപബോധം വന്നിട്ടല്ല. കാൽവറിയിൽ സംഭവിച്ച ന്യായവിധിയുടെ ആഴവും അർത്ഥവും അതിൻ്റെ വ്യാപ്തിയോ ഒന്നും മനസ്സിലാക്കിയിട്ടല്ല ആളുകൾ ഇന്ന് ഈ മാർഗത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് അവർക്ക് നമ്മളീ പറയുന്ന കാര്യങ്ങളൊന്നും പിടികിട്ടുന്നില്ല, വേണ്ട വിധത്തിൽ പിടികിട്ടുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, പെന്തക്കോസ് സമൂഹത്തിനൊരു അടിത്തറയുണ്ട്. ക്രൂശിലാണ് ആരംഭിക്കുന്നത്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു എന്ന് പറഞ്ഞാൽ അത് വലിയ അർത്ഥമാണ്. ബത്ലഹേം മുതൽ ഗോൽഗോഥ വരെ നമ്മളത് വിസ്തരിക്കും. ബത്ലഹേം മുതൽ ഗോൽഗോഥ വരെ അതിനിടയിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉണ്ട്. അതൊക്കെ രക്ഷയുമായി ബന്ധപ്പെട്ട ആഴത്തിൽ വെളിപ്പെടേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും ക്രൂശ് മുൻനിർത്തുകയാണ്. ഞാൻ പറഞ്ഞു, സമാഗമന കൂടാരത്തിൻ്റെ മുൻപിൽ വാതിൽ തുറന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് യാഗപീഠമാണ്. കത്തിക്കൊണ്ടിരിക്കുകയാണ് യാഗപീഠം. ആ യാഗപീഠത്തിൽ തീയുണ്ട്, തീക്കനലുണ്ട്.
ആ യാഗപീഠത്തിലെ തീക്കനലുമായിട്ടാണ് പുരോഹിതൻ ദിവസേനയുള്ള ആരാധനയോടുള്ള ബന്ധത്തിൽ, അതായത് ധൂപാർപ്പണം എന്ന് പറയും, പഴയ നിയമ ഭാഷയിൽ പറയാം, പരിമള ധൂപാർപ്പണത്തിന് വേണ്ടി സമാഗമന കൂടാരത്തിൻ്റെയും പിന്നത്തേതിൽ യെരൂശലേം ദേവാലയത്തിൻ്റെയും വിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്നത്. അവിടെ പരിമള ധൂപം അർപ്പിക്കുന്നതാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഉള്ള ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. അതിന് നിഴലാണത്. അപ്പോൾ അവിടെ ഈ യാഗപീഠത്തിൽ നിന്നുള്ള തീക്കനൽ അല്ലാതെ വേറെ ഔട്ട്സൈഡിൽ നിന്നുള്ള, വേറെ സോഴ്സിൽ നിന്നുള്ള തീയൊന്നും കൊണ്ടുവരാൻ പാടില്ല. എന്നാൽ അഹ്റോന്റെ 2 പുത്രന്മാർ, മൂത്ത പുത്രന്മാർ ഔട്ട്സൈഡിൽ നിന്ന് തീയുമായി വന്നു. ഈ ബലിപീഠത്തിൽ നിന്ന് എടുക്കേണ്ട തീക്ക് പകരം ഔട്ട്സൈഡിലുള്ള തീ ധൂപപീഠത്തിൽ കൊണ്ടുവന്നു, അഥവാ തീക്കനൽ കൊണ്ടുവന്നു ധൂപം അർപ്പിക്കുവാൻ വേണ്ടി. അതിനാണ് അന്യാഗ്നി എന്ന് പറയുന്നത്. ഈ ന്യൂ ജനറേഷൻ ഗ്രൂപ്പുകളിലെല്ലാം കത്തുന്നത് അന്യാഗ്നിയാണ്. തറപ്പിച്ചാ പറയുന്നത്. ഇവരിൽ എത്ര പേരാ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്? നിന്ന് വിശദീകരിക്കേണ്ട ഭാഗങ്ങളാണതെല്ലാം. അപ്പോൾ അങ്ങനെ ആ കാര്യത്തെക്കുറിച്ച് ഗ്രാഹ്യമില്ല. അതുകൊണ്ടാണ് അവരവരുടെ പ്രസംഗങ്ങളിലും ശുശ്രൂഷകളിലും ഒക്കെ ഈ ഭൗതിക അനുഗ്രഹങ്ങളെക്കുറിച്ച് കൂടുതൽ ഊന്നി പറയുന്നത്. ഇവിടെ എങ്ങനെ നമുക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കാം? യഥാർത്ഥ പെന്തിക്കോസുകാർക്ക് അനുഗ്രഹം എന്താണ് എന്നുള്ള ബോധ്യമുണ്ട്. എല്ലാ പെന്തിക്കോസുകാർക്കും ആ ബോധ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നാൽ ആ ബോധ്യമുള്ള ധാരാളം പെന്തിക്കോസുകാർ ഉലകത്തിലുണ്ട്. എന്താണ് യഥാർത്ഥ അനുഗ്രഹം? പഴയ നിയമത്തിൽ അബ്രഹാമിനുള്ള ആടുമാട്, നാൽക്കാലി സമ്പത്തുകളെയൊക്കെ നമുക്ക് അനുഗ്രഹമെന്ന് വിവക്ഷിക്കാം. അത് പഴയ നിയമത്തിൻ്റെ വ്യൂവിൽ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അനുഗ്രഹം എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അനുഗ്രഹം എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ നാം അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടു എന്ന് അപ്പോസ്തലന്മാർ പറയുന്നല്ലോ. അതിൻ്റെയൊക്കെ അർത്ഥം എങ്ങനെയാണ് നമ്മൾ തേടുന്നത്? ഞാൻ പറഞ്ഞു, ആ സമാഗമന കൂടാരത്തിൻ്റെ പിക്ചർ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. അതിൻ്റെ വാതിൽ തുറന്ന് കയറി വരുമ്പോൾ ആദ്യം കാണുന്ന ബലിപീഠം ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ കാണിക്കുന്നു. നമ്മുടെ വീണ്ടെടുപ്പ് അവിടെയാണ് സാധിപ്പിച്ചത്. അവിടെയാണ് നമ്മുടെ രക്ഷയുടെ ആരംഭം കുറിക്കപ്പെട്ടത്. അവിടെയാണ് വചനമാകുന്ന വിത്ത് നമ്മുടെ ഉള്ളിൽ വന്നത്. അതായത് മശിഹ നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നു. അങ്ങനെ അവിടെ മുതൽ നമ്മൾ അനുഗ്രഹം അനുഭവിക്കുകയാണ്. നമ്മൾ ഉടുതുണിക്ക് മറുതുണി ഉള്ളവരോ ഇല്ലാത്തവരോ ആരും ആകട്ടെ, നാം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു. ദൈവരാജ്യത്തിലേക്ക് നമുക്ക് എങ്ങനെയാണ് പ്രവേശനം ലഭിച്ചത്? പിതാവ് ആകർഷിച്ചു. പരിശുദ്ധാത്മാവ് പാപബോധം തന്നു. പുത്രൻ്റെ ബലിമരണം അംഗീകരിച്ച് ഏറ്റെടുത്തപ്പോൾ അവിടെ ചിന്തിയ രക്തത്താൽ നമുക്ക് ശുദ്ധീകരണം വന്നു. അങ്ങനെയാണ് നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചത്. തൽക്ഷണം പരിശുദ്ധാത്മാവ് വചനമാകുന്ന വിത്ത് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്നു. അവിടെ വചനവും പരിശുദ്ധാത്മാവും ഒരുമിച്ച് സമ്മേളിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വചനമാകുന്ന വിത്ത് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്നാണ് പുതുജനനം സംഭവിച്ചത്. അങ്ങനെ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു. അനുഗ്രഹത്തിൻ്റെ ആരംഭം കുറിക്കപ്പെട്ടു. അച്ചാരം ലഭിച്ചിരിക്കുന്നു. നാം അനുഗ്രഹത്തിലേക്ക് പ്രവേശിച്ചു. അതായത് നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭം കുറിച്ചല്ലോ. ഇനി ആ യാത്ര എവിടേക്കാ? അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിലേക്കാണ്. അങ്ങോട്ടൊരു യാത്രയാണ്. 70 ഏറിയാൽ 80 അങ്ങോട്ടുള്ള ഒരു യാത്രയിലാണ് നമ്മൾ. അവിടെ എത്തിച്ചേരുമ്പോൾ കർത്താവിനോട് പറ്റിച്ചേർന്ന് ഒന്നായി തീർന്ന് ജയാളികളുടെ സംഘത്തോടുകൂടെ ജയിക്കുന്നവനെ സിംഹാസനത്തിൽ ഇരുത്തുമെന്നുള്ള വാക്തത്വം നമ്മുടെ മുമ്പിലുണ്ട്. സിംഹാസനം അതിപരിശുദ്ധ സ്ഥലത്താണ്. അങ്ങനെ നമ്മൾ അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിലേക്ക് ചെല്ലുമ്പോൾ കർത്താവിനോടുകൂടെ പറ്റിച്ചേർന്ന് സിംഹാസനത്തിൽ ഒരുമിച്ചിരിക്കുന്ന ആ നിമിഷത്തെയാണ് അനുഗ്രഹ പൂർത്തി എന്ന് പറയുന്നത്. ഇതൊരു ന്യൂ ജനറേഷൻ പെന്തിക്കോസുകാരന് പറഞ്ഞാൽ മനസ്സിലാവുമോ? അവൻ്റെ തലയിൽ കയറുമോ? നിങ്ങളൊന്ന് പറഞ്ഞേ. ഞാൻ നിങ്ങളോട് ചോദിക്കുക. ഏത് രീതി പറഞ്ഞാലും അവർക്ക് പിടികിട്ടില്ല. കാരണം ഒരു പുതുജനനം വേണ്ട രീതിയിൽ അവരിൽ പലരിലും സംഭവിച്ചിട്ടില്ല. ന്യൂ ജനറേഷൻ ഗ്രൂപ്പുകളിലൊക്കെ പെന്തിക്കോസ് സൈഡിൽ നിന്നുള്ള അസംതൃപ്തർ ധാരാളം പോയിട്ടുണ്ട്. പെന്തിക്കോസിൽ ധാരാളം അസംതൃപ്തർ പോയിട്ടുണ്ട്. ഈ കൊട്ടാരക്കരയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതിൻ്റെ ഒരു 25 കിലോമീറ്റർ ചുറ്റളവിലുള്ള അസംതൃപ്തരായ പെന്തിക്കോസുകാർ ധാരാളം അവിടെ ചേക്കേറിയിട്ടുണ്ട്. കടബാധ്യതയുള്ളവരും രോഗം വന്നവരും അങ്ങനെ പാസ്റ്റർ ചിരിച്ചില്ല എന്നുള്ളതിൻ്റെ പേരിലോ വിശ്വാസി കൈ തന്നില്ല എന്നുള്ളതിൻ്റെ പേരിലോ കോട്ടയം മീറ്റിങ്ങിൽ ചായയ്ക്ക് മധുരം കുറഞ്ഞു പോയി എന്നുള്ളതിൻ്റെ പേരിലോ ഒക്കെ ആളുകൾ പോയിട്ടുണ്ട് അങ്ങോട്ട്. ഈ പെന്തിക്കോസ് ഗ്രൂപ്പുകളിൽ നിന്ന് പോയിട്ടുണ്ട്. അവിടെ പോയിട്ട് അവരെന്താ നേടിയത്? അവിടെ ഇങ്ങനെ ആഴമേറിയ ദൈവവചനമാണോ ശുശ്രൂഷിച്ചത്? കൊട്ടാരക്കര അപ്പോസ്തലൻ്റെ പ്രസംഗങ്ങൾ എൻ്റെ കയ്യിലുണ്ട് സഹോദരങ്ങളെ. സഹതാപം തോന്നുന്നു എനിക്ക്, പുള്ളിയോടല്ല, അവിടെ കൂടിയിരിക്കുന്ന ആളുകളോടും എനിക്ക് സഹതാപം തോന്നുന്നില്ല. പിന്നെ ആരോടാ സഹതാപം തോന്നുന്നത്? അദ്ദേഹത്തിന് വേണ്ടി ന്യായവാദം നടത്തുന്ന പെന്തിക്കോസ്ത് പാസ്റ്റർമാരും അതുപോലെ പെന്തിക്കോസ്ത് വിശ്വാസികളെ ഓർത്തിട്ട് സഹതാപമാണ് തോന്നുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 8:9, അതുപോലെ കാടയെക്കുറിച്ച്, അതുപോലെ 10 കന്യകമാരെക്കുറിച്ച് എന്ന് വേണ്ട അങ്ങനെ കിടക്കുകയാണ് അസംഖ്യം പ്രസംഗങ്ങൾ. 1, 2, 3, 4 ഒന്നുമല്ല.
അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആദിമ ക്രിസ്തീയ സഭ സകലതും പൊതുവകയെന്ന് എണ്ണിക്കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ആര് പറഞ്ഞു വെച്ചില്ലെന്ന്? അത് പരിശുദ്ധാത്മാവിൻ്റെ ആലോചന അല്ലെങ്കിൽ എങ്ങനെയാണ് ആളുകൾ അങ്ങനെ കൊണ്ടുവന്നത്? പരിശുദ്ധാത്മാവിൻ്റെ ആലോചന അല്ലെങ്കിൽ പത്രോസ് എന്തുകൊണ്ടത് സ്വീകരിച്ചു? അപ്പോസ്തലന്മാർ എന്തുകൊണ്ടത് സ്വീകരിച്ചു? ന്യായമായ ചോദ്യമാണ്. ക്രിസ്തീയ സഭയുടെ ആരംഭം കുറിച്ചിട്ടുള്ളതെന്ന് ഓർക്കണം. ജനം സന്തോഷത്താൽ ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അവരെല്ലാ കാര്യങ്ങളും അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവന്നു. നമ്മളത് ലിറ്ററലല്ല എടുക്കുന്നത്, അതിൻ്റെ ഒരു ആത്മീയ വശമാണ് എടുക്കുന്നത്. എല്ലാം പൊതുവകയാണ്. വാസ്തവമായും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നിങ്ങളുടെ മുമ്പിലാണ് ഇപ്പോൾ ഞാൻ ബലിപീഠം വെച്ചത്. നിങ്ങൾ എവിടെയോ കിടന്ന മനുഷ്യരാണ്. നിങ്ങളെയൊക്കെ സുവിശേഷ നിമിത്തം പിതാവ് ആകർഷിച്ച് പുത്രന്റെ ക്രൂശെങ്കിൽ കൊണ്ടുവന്നു, അഥവാ ബലിപീഠത്തെങ്കിൽ കൊണ്ടുവന്നു. പരിശുദ്ധാത്മാവ് കണ്ണു തുറന്ന് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി. നിങ്ങൾ നഷ്ടപ്പെട്ട പാപികളാണ്. നിങ്ങളുടെ തലയ്ക്ക് മീതെ ന്യായവിധിയുടെ വാള് തൂങ്ങി നിൽക്കുകയാണ്. ന്യായവിധിക്കുള്ളവരാ നാം എന്നുള്ള തിരിച്ചറിവ് വന്നു. അവിടെ നമ്മൾ സറണ്ടർ ചെയ്തു. നാം നമ്മെ തന്നെ ബലിപീഠത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നാം രക്ഷ അനുഭവിച്ചു. ആ രക്ഷയ്ക്ക് നിദാനമായ ബലിപീഠത്തിലേക്ക് നമ്മെയും ചേർത്ത് കെട്ടി, അല്ലെങ്കിൽ ബലിപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു. സമർപ്പണാനുഭവത്തിലേക്ക് വന്നു. ധാരാളമായി വിശദീകരിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഓടിച്ചു പറയുന്നത്. അങ്ങനെ നാം നമ്മെ തന്നെ ബലിപീഠത്തിലേക്ക് വെച്ച് കഴിയുമ്പോൾ, ഞാനങ്ങനെ ബലിപീഠത്തിൽ വെച്ചവനാ. രതീഷ് വെച്ചു, ലീസ സഹോദരി വെച്ചു, ജ്യോതി വെച്ചു, ബാബു അങ്കിൾ വെച്ചു, ലിമാൻറ്റി വെച്ചു. നമ്മളെല്ലാവരും നമ്മെ തന്നെ ബലിപീഠത്തിൽ വെച്ചവരാണെങ്കിൽ നമ്മെ കണ്ടുകെട്ടി എന്നുള്ളതാണ് അതിൻ്റെ മലയാളം. സ്വർഗം നമ്മെ കണ്ടുകെട്ടി. കേട്ടിട്ടില്ലേ? സർക്കാർ ഭാഷയാണ്. അതായത് ചില കാര്യങ്ങൾ സർക്കാർ കണ്ടുകെട്ടു, നമ്മളെ സ്വർഗത്തിൻ്റെ വകയാക്കി തീർത്തു. നാം ഇനി നമുക്കുള്ളവരല്ല, ഹെവൻലി ഗവൺമെൻറ്റിൻ്റെ വകയാണ്. മനസ്സിലായല്ലോ? നല്ല മലയാളത്തിലാണ് പറയുന്നത്, മനസ്സിലാകാവുന്ന മലയാളം ഏത്. നാം ആരും ഇനി നമ്മുടേതല്ല, നമ്മെ കണ്ടുകെട്ടി എന്നൊക്കെ, അതൊരു കണ്ടുകെട്ടി എന്നൊക്കെ പറയുന്ന ഒരു സർക്കാർ ഭാഷയാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ മനസ്സിലാകുന്ന വേറെ ഭാഷകളുണ്ടെന്നേ. നമ്മുടെ കയ്യിൽ ഭാഷയ്ക്കാണ് പഞ്ഞം, ഇഷ്ടം പോലെ ഭാഷയാണ്. അതാണ് തീറാധാരത്തിൽ ഒപ്പിട്ടിരിക്കുന്നു, സെയിൽ ഡീഡിൽ ഒപ്പിട്ടിരിക്കുന്നു. വിശ്വാസ സ്നാനത്തിന് ഇറങ്ങി തിരിക്കുന്നവൻ തീറാധാരത്തിലല്ലേ ഒപ്പിടുന്നത്. ന്യൂ ജനറേഷൻ പെന്തിക്കോസിൽ അതെല്ലാം നടക്കുമോ? അവർ സ്നാനപ്പെട്ടു വരുന്ന എന്തിനാ? അനുഗ്രഹം പ്രാപിക്കാനാണ്. നമ്മളെ സംബന്ധിച്ചോ, നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നാം അനുഗ്രഹത്തിലേക്ക് വന്നു. ക്രിസ്തുവിനെ നാം അനുഭവിച്ച് തുടങ്ങുകയാണ്. അവിടെ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ അനുഗ്രഹ പൂർത്തീകരണം വരുന്നത്. അപ്പം നമ്മുടെ ലക്ഷ്യങ്ങൾ അതൊക്കെയാണ്. അവരെ സംബന്ധിച്ചുള്ള ലക്ഷ്യങ്ങൾ എന്താ? വലിയ അന്തരമല്ലേ? വലിയ അന്തരമാണ്. രാത്രിയും പകലും തമ്മിലുള്ള അന്തരമാണ് ഇത് രണ്ടും തമ്മിലുള്ളത്. പഠനങ്ങളിൽ, ഉപദേശങ്ങളിൽ, രീതികളിലൊക്കെ വലിയ അന്തരമാണ്. നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ അനുഗ്രഹത്തിലേക്ക് വന്നു. നാമും നമുക്കുള്ളതെല്ലാം ബലിപീഠത്തിലാണ്. എല്ലാവരുടെയും ഉള്ളിൽ ആ ബോധ്യം വേണം. പൊതുവകയാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന കാറ്, നമ്മുടെ കയ്യിലിരിക്കുന്ന മറ്റ് പല സ്ഥാവര ജംഗമ വസ്തുക്കൾ, അതിൻ്റെ ഒന്നും ഓണർഷിപ്പ് നമ്മുടെ പേരിലല്ല. നമ്മൾ വെറും കസ്റ്റോഡിയന്മാർ മാത്രമാണ്. അതാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ പ്രത്യേകത. അതാണ് ന്യൂ ടെസ്റ്റ്മെന്റ് ടീച്ചിങ്. ഈ ടീച്ചിങ് നിങ്ങൾ ഏതെങ്കിലും ന്യൂ ജനറേഷൻ പാസ്റ്റർ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇതൊരു പെന്തിക്കോസ്റ്റ് പാസ്റ്റർക്ക് മാത്രം പറയാൻ കഴിയുന്ന കാര്യമാണ്. ഇത് ഒരു ന്യൂ ജനറേഷൻ പാസ്റ്റർ പറഞ്ഞാൽ പിന്നെ അവനെ അവിടെ അടുത്ത ആഴ്ച ഷട്ടർ തുറക്കാൻ പറ്റുമോ? മനുഷ്യന്മാരങ്ങോട്ട് വരുമോ? മനുഷ്യന്മാർക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ല. അവരാളുകളെ വിഭ്രമിപ്പിച്ച് കാതിലും കഴുത്തിലുള്ളത് ഊരി അപ്പോസ്തലൻ്റെ കാൽക്കൽ വെക്കാൻ പറഞ്ഞത് എന്തിനാ? എല്ലാം പൊതുവകയെന്ന് എണ്ണാൻ വേണ്ടിയിട്ടല്ല. അയ്യോ, അവർക്കുള്ളതെല്ലാം അപ്പോസ്തലൻ്റെ കാൽക്കീഴിൽ വെക്കുകയല്ല. അടൂരുള്ള അപ്പോസ്തലൻ, കൊട്ടാരക്കര അപ്പോസ്തലൻ, കൊല്ലങ്കോട് അപ്പോസ്തലൻ, കൊയിലാണ്ടി അപ്പോസ്തലൻ, ഇവരുടെ ഒന്നും കാൽക്കീഴിൽ കൊണ്ടുവരുന്നത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം എൻ്റെ ഹൃദയത്തിൽ കിടന്ന് തിരത്തള്ളുകയാണ്. പത്രോസിൻ്റെ ഹൃദയം, പൗലോസിൻ്റെ ഹൃദയം, ഞാനതുകൊണ്ട് എനിക്കുള്ളതെല്ലാം കൊണ്ടുപോയി വെക്കുകയാണെന്നൊന്നും പറഞ്ഞു ഒരു കുഞ്ഞാടും കൊണ്ടുവരുന്നില്ല. അവർ ചുമ്മാ ഒരു മാലയോ ഒരു കമ്മലോ അതിൻ്റെ തുമ്പോ ഒക്കെ ഇവന്മാരുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കുന്നു. എന്തിനാ? ഈ 2 കമ്മൽ ഊരുന്ന സഹോദരിയുടെ ഉള്ളിലെ ചിന്ത എന്താ? 4 കമ്മലായിട്ട് മടങ്ങി വരും യേശുവിൻ്റെ നാമത്തിൽ. ആ ഒരു വിചാരത്തിലാണ് വെക്കുന്നത്. അനന്യാസ്, സഫീറ എത്രയോ ഭക്തന്മാരെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഈ കേമന്മാരെക്കാളും കേമികളെക്കാളും എത്രയോ ഭക്തന്മാരായിട്ടാണ് അനന്യാസിനെയും സഫീറയും എനിക്ക് പരിഗണിക്കാൻ കഴിയുന്നത്. അവരാകപ്പാടുകൂടി ഒരു കാര്യമാണ് ചെയ്തോളൂ, ഒരു ഇച്ചിരി എടുത്ത് മാറ്റി വെച്ചു. ഇവരൊക്കെ മൊത്തം മാറ്റി വെച്ചിട്ട് ഒരു മാലയുടെ ഒരു കമ്മലിൻ്റെ തുമ്പ് കൊണ്ടുവന്നാണ് അപ്പോസ്തലൻ്റെ കാൽക്കൽ വെക്കുന്നത്. എന്നിട്ടൊന്നും സംഭവിക്കാത്ത എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ആരെല്ലാം ലോകത്ത് എന്തെല്ലാം ചെയ്യുന്നു, അതൊന്നും ദൈവത്തിൻ്റെ പദ്ധതി അല്ലാത്തതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട ആരും. നിങ്ങൾ എന്നെ വേണേലും കൊണ്ടുപോയി കൊടുത്തോ, ഇനിയും കൊടുക്കണം. അവരൊക്കെ നിലനിൽക്കണം.
ഇവരെയൊക്കെ ദൈവം എന്തിനാണ് നിർത്തിയിരിക്കുന്നതെന്ന് അറിയാവോ? പുതിയ നിയമസഭ പരിശോധനകളിലൂടെയും പരീക്ഷകളിലൂടെയും ഒക്കെ കടന്നു പോകണം. അപ്പോസ്തലന്മാർ അത് ഊന്നി പറഞ്ഞിട്ടുണ്ട്. അതിനാണ് ഇത്തരക്കാരെ വെച്ചിരിക്കുന്നത്. 2 പ്രായമുള്ള അച്ചായന്മാരുണ്ട്. ഒന്ന് ഈ ബാംഗ്ലൂരും ഒന്നങ്ങ് ഡൽഹിയിലുമാണ്. 2 പേരുടെയും പേരൊന്നാ, എൻ്റെ അപ്പൻ്റെ പേരാ. അവരെ 2 പേരെയും വെച്ചിരിക്കുന്ന പരിശോധനയ്ക്കാണ്, മലയാളി പെന്തിക്കോസിന്. കാരണം അവരിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പുറത്തേക്ക് വരും. ആ വരുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ആ വഴിക്ക് ഒഴുകിപ്പോകാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ഒഴുകിപ്പോകാം, ഒരു തടസ്സമില്ല. മാൻ ഓഫ് ഗോഡ് പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങനെ വേണേൽ ഒഴുകിപ്പോകാം. അതല്ല, മാൻ ഓഫ് ഗോഡ് പറഞ്ഞത് ഈ പുസ്തകം തുറന്ന് ഒന്ന് നോക്കണം. മാൻ ഓഫ് ഗോഡ് പറഞ്ഞത് മുടിയുള്ളതും മുടിയില്ലാത്തവരും ഒക്കെ പറഞ്ഞത് കേൾക്കുമ്പോൾ തുറന്നു നോക്കണം. ഇങ്ങനെ തന്നെയാണോ പത്രോസ് ഇങ്ങനെയാണോ പറഞ്ഞേ, പൗലോസ് ഇങ്ങനെയാണോ പറഞ്ഞേ? ക്രിസ്തീയ ജീവിതത്തിൽ പരിശോധനകളുണ്ട്, പരീക്ഷകളുണ്ട്. അങ്ങനെ വിവിധങ്ങളായ അനുഭവങ്ങളിലൂടെ നിങ്ങൾ പോകും. അതൊന്നും ശാപമല്ല, ദൈവം അനുവദിക്കുന്നതാണത്. എന്തിനാ? നിങ്ങളെ കൊള്ളാകുന്നവരായി തെളിയിച്ചു കൊണ്ടുവരണം, നിങ്ങളെ യോഗ്യരാക്കണം, പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരണം. അതിനാണ് നിങ്ങളെ തീയിലൂടെയും വെള്ളത്തിലൂടെയും ഒക്കെ നടത്തുന്നത്, കടത്തിവിടുന്നത്, അല്ലേ? മനുഷ്യരെ നിങ്ങളുടെ തലവേൽ കയറി ഓടിക്കുമാറാക്കുന്നത്, നിങ്ങളെ വല വെച്ച് പിടിക്കുന്നത്. സങ്കീർത്തനം 66 പറഞ്ഞത്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ പലതും സംഭവിക്കുന്നു. യെശയ്യാവ് 54 പറയുന്ന പോലെ കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട ആശ്വാസമറ്റ അനുഭവം. ഞാൻ ഈ പറഞ്ഞ എൻ്റെ അപ്പൻ്റെ പേരുള്ള ഈ പാർട്ടികൾ, അവരോട് ആ കാര്യം ചെന്ന് ചോദിച്ചാൽ അവരെന്നെ പറയും അതെല്ലാം ശാപമാണെന്ന് പറയും. പക്ഷേ പുസ്തകം എന്നാ പറയുന്നത്? ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ലഭിക്കുന്നത് ചില നീലക്കല്ലുകളും ചില പത്മരാഗങ്ങളും ചില പുഷ്യരാഗങ്ങളും ഒക്കെയാണ്. അവർ നേടുന്നത് എന്താ? ചില തേജസ്സിൻ്റെ അനുഭവങ്ങളിലേക്കാണ് അവർ നടന്നു പോകുന്നത്. അപ്പോസ്തലന്മാരത് അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? അവരെല്ലാം അങ്ങനെ കടന്നു പോയവരല്ലേ? പത്രോസ് പറഞ്ഞ ആ വാക്യം കൂടി ഒന്ന് വായിച്ചേ. 1 പത്രോസ് 4:12. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. നമ്മൾ ഈ പുള്ളികളോട് ചോദിക്കുക, ഇങ്ങനൊരു കാര്യം വന്നിട്ടുണ്ട്, അതെന്താണെന്ന് ചോദിച്ചാൽ അതൊരു ശാപമാണെന്ന് പറയും അവർ. അതേസമയം നമ്മുടെ അപ്പോസ്തലന്മാർ എന്താ നമ്മളോട് പറയുന്നത്? അതൊന്നും കണ്ട് അതിശയിച്ചു പോകരുതെന്നാണ് പറയുന്നത്. ഒരു ന്യൂ ജനറേഷൻ ഉപദേശിയുടെ അടുക്ക് ചെന്ന് ചോദിക്കുകയാണ്, ജീവിതത്തിൽ അഗ്നിശോധനകൾ വരുന്നു, അത് മറ്റു പലർക്കും സംഭവിക്കാത്ത കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, അപൂർവമായ കാര്യങ്ങളാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ ന്യൂജന്മാരെന്ത് പറയും? അതൊരു ശാപത്തിൻ്റെ ലക്ഷണമാണ്, നിഴല് പോലെ എന്തോ നിന്നെ പിന്തുടരുന്നുണ്ട്. ഇവിടെ 21 ദിവസം ഉപവാസം നടക്കുന്നുണ്ട്, അതിൻ്റെ ഒടുവിൽ കഴ്സ് ബ്രേക്കിംഗ് ഉണ്ട്, അന്ന് വരിക, കുടുംബമായിട്ട് വരിക, അന്ന് മുറിച്ചു വിട്ടേക്കാന്ന് പറയും. അതേസമയം യഥാർത്ഥ അപ്പോസ്തലന്മാരെന്ത് പറയും? യഥാർത്ഥ ദൈവദാസന്മാരെന്ത് പറയും? അത് പരീക്ഷയ്ക്കായി സംഭവിക്കുന്നതാണ് പ്രിയനെ, പ്രിയമുള്ളവളെ. നിൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവം അറിഞ്ഞാണ്, ദൈവം അറിയാതെയല്ല, ദൈവം അനുവദിച്ചിരിക്കുകയാണ്. നിന്നെ തെളിയിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ താഴെ വായിക്കുന്നത് എന്താണെന്നറിയോ? 13 ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ, അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. അപ്പം പരിശോധനകളിലൂടെ നമ്മൾ കടന്നു പോകുന്നതിനെ അടുത്ത വാക്യത്തിലൂടെ അപ്പോസ്തലൻ എങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നത്? ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളോട് ചേർത്ത് വെച്ചാണ് പത്രോസ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? അത് കഴിഞ്ഞിട്ട് പറയുന്നത് ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്സിന്മേൽ തേജസ് ഓർക്കുമ്പോൾ അന്ന് ഉല്ലസിച്ച് ആനന്ദിക്കണമെങ്കിൽ ഇന്ന് സ്വർഗം നമ്മെ കടത്തിവിടുന്ന വഴികളിലൂടെ കടന്നു പോകണം. അല്ലാതെ ഈ പറയപ്പെട്ട ആളുകളുടെ അടുക്കലൊക്കെ പോയി കഴിഞ്ഞാൽ നിൻ്റെ വിരുദ് തെറ്റും, ചെന്നെത്തുന്ന വേറെ സ്ഥലത്തായിരിക്കും. കാരണം അവർ ഓൾറെഡി വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു, സാത്താനാൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു, അവർ മറ്റുള്ളവരെയും വഞ്ചിക്കുന്നു. 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം ഒന്ന് വായിച്ചേ. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. അതായത് ഈ പുള്ളികളൊക്കെ ഓൾറെഡി സാത്താനാൽ വഞ്ചിക്കപ്പെട്ടു, അവരത് അറിയുന്നില്ല. ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന ബഹുഭൂരിപക്ഷം പേര് ഇതൊന്നും അറിയുന്നില്ല. തങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്, സാത്താനാൽ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണെന്ന് അവർ അറിയുന്നില്ല. അവരുടെ കണ്ണുകൾ ഭാഗികമായി അടഞ്ഞിരിക്കുന്നു, വെളിപ്പാടുകൾ അവർക്ക് കാണാൻ കഴിയുന്നില്ല. അവർ കാണുന്ന വെളിപ്പാടുകൾ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശയുള്ള കാര്യങ്ങളാണ്. ഇവിടെ എങ്ങനെ ധനവാനാകാം, ഇവിടെ എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള കാര്യങ്ങളാണ് അവർ ബഹുഭൂരിപക്ഷം പേരും പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്, അവർ ഓൾറെഡി വഞ്ചിക്കപ്പെട്ടു, അവർ മൂലം മറ്റുള്ളവരും വഞ്ചിക്കപ്പെടുന്നു. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം അപ്പോസ്തലന്മാരുടെ പഠിപ്പീരുകളിലേക്ക് നമ്മൾ വന്നാൽ, പത്രോസിൻ്റെ ലേഖനം എടുക്കാം, പൗലോസിൻ്റെ ലേഖനങ്ങൾ എടുക്കാം, അവിടെയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എല്ലാം പ്രസക്തമായി വരുന്നൊരു കാര്യമുണ്ട്, ജഡത്തെ ജയിക്കുക എന്നുള്ളൊരു കാര്യം. ജഡത്തെ ജയിക്കുക, ജഡത്തെ മെരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ 1 പത്രോസിൻ്റെ ലേഖനം
തുടങ്ങുമ്പോൾ തന്നെ പത്രോസ് പറയുന്നത് ആസിയിലും പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയിലും ചിതറിപ്പാർക്കുന്ന പരദേശികൾക്കാണ് ലേഖനം എഴുതുന്നത്. അവരുടെ ശുശ്രൂഷകളിൽ ഈ ജനത്തെ ഈ ഭൂമിയിൽ പരദേശികൾ എന്ന നിലയിൽ നിൽക്കുവാൻ, അങ്ങനെ എണ്ണുവാൻ പ്രാപ്തരാക്കി. അതാണ് ശുശ്രൂഷയുടെ മഹത്വം, അതിൻ്റെ വിജയം എന്ന് പറയുന്നത്. അല്ലേ? 1 കോടി ആൾക്കാരെ നേടിയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വന്ന ആൾക്കാരെ ഈ ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് എണ്ണുവാൻ പ്രാപ്തരാക്കണം. അത് കഴിഞ്ഞിട്ട് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. 11-ാം വാക്യം, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളുടെ പ്രാണനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്, ആത്മാവിനോടല്ല, പകരം പ്രാണനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. അപ്പോൾ പോരാട്ട ലോകത്താണ് നമ്മളായിരിക്കുന്നത്. നമ്മുടെ പ്രാണനോട് അഥവാ നമ്മുടെ സോളിനോട് പോരാട്ടമുണ്ട്. സാത്താന്യ ലോകം വെറുതെ ഇരിക്കുകയല്ല. 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം അതുപോലെ 7-ാം വാക്യത്തിൽ പറയുന്നത് നാനാ പരീക്ഷകളാൽ നാം ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും, അടുത്ത വാക്യത്തിൽ പറയുന്നത് വിശ്വാസത്തിൻ്റെ പരിശോധനയുണ്ടെന്നുള്ളതാണ്. ഇതൊക്കെ പെന്തക്കോസ്റ്റ് ചർച്ചുകളിലാണ് പ്രസംഗിക്കുകയുള്ളൂ. അല്ലാതെ ഈ പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ ഇതൊക്കെയാണോ പ്രസംഗിക്കുന്നത്? ഞാൻ പറഞ്ഞു 2 കൊരിന്ത്യർ ലേഖനം 8-9 അത് മര്യാദയ്ക്ക് അതിൻ്റെ ശരിയായ അർത്ഥം പറയാൻ അറിയാവുന്ന ഒരാൾ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് കൂട്ടങ്ങളിലില്ല. അവിടെ എല്ലാം അവർ പണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. പല വാക്യങ്ങളും ഇങ്ങനെയാണ് ഇവരെടുക്കുന്നത്. ഇവരത് ലിറ്ററിൽ എടുത്തിട്ട് ആളുകൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കും. കേൾക്കുന്നവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം കർത്താവ് നമ്മെ പണക്കാരനാക്കാൻ വന്നു എന്നൊക്കെ അവർ പറയുന്നത്. ഇവരെല്ലാം അങ്ങനെയാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് എപ്പോഴും സംസാരിക്കുന്ന ഒരു അപ്പോസ്തലനാണ് കൊട്ടാരക്കരയുള്ളത്. പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് 2 കൊരിന്ത്യർ 8-9 കൊട്ടാരക്കര അപ്പോസ്തലന് പറഞ്ഞു കൊടുക്കാത്തത്? ഒരു സാധുവായി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് ഇത്രയും മഹാനായ അദ്ദേഹത്തിന് എന്താ പറഞ്ഞു കൊടുക്കാത്തത്? 10 കന്യകമാർ, അതിനെക്കുറിച്ച് പുള്ളിക്ക് ഒരു ഗ്രാഹ്യമില്ല. അതെന്താ പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കാത്തത്? അതുപോലെ കാടയെക്കുറിച്ച് ഇസ്രായേൽ കാട ചോദിച്ചു, ലോഡ് കണക്കിന് കാട കൊടുത്തു, ആ ദൈവം ജീവിക്കുന്നു, ഭയങ്കരം. അതേസമയം പുസ്തകം എന്താ പഠിപ്പിക്കുന്നത്? ആ കാട തിന്നവനൊക്കെ മുടിഞ്ഞു പോയി എന്നല്ലേ വായിക്കുന്നത്? അല്ലേ? ഇറച്ചിക്കലങ്ങളെക്കുറിച്ചുള്ള സ്വപ്നം കണ്ടു, ഇറച്ചി തിന്നാനുള്ള കൊതികേറി, അങ്ങനെ അവർ കരഞ്ഞു, പിറുപിറുത്തു. അവരുടെ പിറുപിറുപ്പ് ദൈവസന്നിധി ചെന്നു. ദൈവത്തിനത് കോപകാരണമായി. മോശയോട് പറഞ്ഞു, കൊടുത്തേക്കാം, കരഞ്ഞതല്ലേ, കൊടുത്തേക്കാം, കരഞ്ഞവർക്കെല്ലാം കൊടുത്തേക്കാൻ പറഞ്ഞു. ലോഡ് കണക്കിന് നാഷ് പെർമിറ്റ് ലോറിയിലാണ് കാടയെ കൊണ്ടുവന്ന് ചിക്കിയത്. അങ്ങനെ ലോഡ് കണക്കിന് കാട വന്നു. തിന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നത് എന്തെന്നാ? പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നു, പിന്നെ എവിടെ വായിക്കുന്നത്? സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നു. ഇവിടെയൊക്കെ നമ്മൾ വായിക്കുന്നത് ആ തിന്നവരുടെ എല്ലാം പ്രാണന് ക്ഷയം അയച്ചെന്ന്. അവരിൽ ബഹുഭൂരിപക്ഷം പേരും, തിന്നവരിൽ ബഹുഭൂരിപക്ഷം പേരും ദൈവകോപത്താൽ പട്ടുപോയി. വലിയൊരു സംഖ്യയാണ് പട്ടുപോയത്. അപ്പം കാട ചോദിച്ചു, കാട കിട്ടി. പക്ഷെ ആ കൂട്ടത്തിൽ ദൈവകോപവും കൂടെ വന്നു. അത് ഈ പ്രസംഗരാരും പറയാറില്ല. അതിന് വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമുണ്ടോ? അവിടെ പച്ചക്ക് എഴുതി വെച്ചിരിക്കുകയല്ലേ. ഇവരാരും ഇതൊന്നും പറയാറില്ലല്ലോ. അതിൻ്റെ കാരണം എന്താ? തൽക്കാലത്തേക്ക് ആളുകളെ ഒന്ന് ഇളക്കി മറിച്ച് കൊണ്ടുപോകണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 1-2 കാര്യമാണ് സൂചിപ്പിച്ചത്. അങ്ങനെ അനേക വാക്യങ്ങളുണ്ടെന്നേ, അനേക വാക്യങ്ങൾ മറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അനേക വാക്യങ്ങൾ ഇവർക്ക് മറഞ്ഞിരിക്കുകയാണ്. ഇവർ യഥാർത്ഥ അപ്പോസ്തലന്മാരാണെങ്കിൽ ഈ വചനങ്ങളൊക്കെ എന്തുകൊണ്ട് ഇവർക്ക് വെളിപ്പെടുന്നില്ല? എന്തുകൊണ്ട് ഇവർ ജഡത്തിനെതിരെ പ്രസംഗിക്കുന്നില്ല? ജഡമോഹങ്ങൾക്കെതിരെ പ്രസംഗിക്കുന്നില്ല? എന്തുകൊണ്ട് ജനത്തെ ഇവിടെ പരദേശികളെന്ന നിലയിൽ പണതൊരുക്കുന്നില്ല? അങ്ങനെ എന്തുകൊണ്ടെന്നുള്ള ഒത്തിരി ചോദ്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. ആ ചോദ്യങ്ങൾക്കൊന്നും ഇവരുടെ ആരുടെയും കയ്യിൽ തൃപ്തികരമായ മറുപടിയില്ലെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. യാതൊരു മറുപടി ഇവരുടെ ആരുടെയും കയ്യിൽ ഉണ്ടാകില്ല. കാരണം ഈ ഭാഗങ്ങളൊക്കെ ഇവർക്ക് അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ന്യൂ ജനറേഷൻ ഗ്രൂപ്പുകളിലുള്ള ആളുകളെ കുറിച്ചല്ല സഹതാപം ഞാൻ പറഞ്ഞത്. പകരം നമ്മുടെ ഇടയിൽ നിന്നുള്ള ധാരാളം ശുശ്രൂഷകർ ഇതിനെയൊക്കെ പിന്താങ്ങുന്നുണ്ട്. അവരും ഇവരും ഒക്കെ ഒരേ നിലയിൽ പോകുന്നവരാണ്. 2 കൂട്ടരും ക്രൂശിനെ സ്നേഹിക്കുന്നവരല്ല, ക്രൂശിൻ്റെ ശത്രുക്കളെന്ന് പറയാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ പറഞ്ഞു, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബലിപീഠം കണ്ടുകൊണ്ടാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മുടെ ജീവാന്ത്യം വരെ ആ ബലിപീഠം നമ്മൾ ചുമക്കേണ്ടവരാണ്. അതിവിശുദ്ധമായ ഉപകരണങ്ങളെ ചുമക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം. ബലിപീഠം നമ്മുടെ ചുമലിലിരിക്കണം, അഥവാ യാഗപീഠം നമ്മുടെ ചുമലിലിരിക്കണം. പുതിയ നിയമത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരുവൻ അനുദിനം ക്രൂശെടുക്കണം. അനുദിനം ക്രൂശെടുക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഇതൊന്നും ഒരു ന്യൂ ജനറേഷൻ ഗ്രൂപ്പുകളിൽ പ്രസംഗിക്കപ്പെടുന്നില്ല. പരിശുദ്ധാത്മാവിലാണെങ്കിൽ എന്തുകൊണ്ട് ഇതൊന്നും പ്രസംഗിക്കുന്നില്ല? ഒരുവൻ എന്നേക്കാളധികം അപ്പനെയോ അമ്മയെയോ ഭാര്യയോ മക്കളെയോ
പ്രിയം വെച്ചാൽ അവൻ എനിക്ക് യോഗ്യനല്ല, അവൻ എൻ്റെ ശിഷ്യനല്ലെന്ന് തന്നെയാണ് പറയുന്നത്. ശിഷ്യത്വത്തിലേക്കാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡറി ആകണം. പ്രൈമറി എന്ന് പറയുന്നത് കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. അത് എങ്ങനെയാണ് മനുഷ്യൻ മനസ്സിലാക്കുന്നത്? പ്രസംഗിക്കാതെ വെക്കുമോ? ദൈവവചനം കൃത്യമായി പ്രസംഗിക്കണം, പഠിപ്പിക്കണം. ആ ഒരു ബോധ്യത്തിലേക്ക് അവരെ കൊണ്ടുവരണം. ശേഷം മനുഷ്യരെ പോലെയല്ല നമ്മൾ തികച്ചും വ്യത്യസ്തരാണെന്നുള്ള ആ ഒരു ധാരണ അവർക്ക് കൊടുക്കണ്ടേ? ആ ഒരു ധാരണ അവർക്ക് കൊടുക്കണം. ഇനിയും ഞാൻ കുറേ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വളരെ സീരിയസ് ആയ കാര്യങ്ങൾ. ആ കാര്യങ്ങളെ പറയാനായിട്ട് സാവകാശമില്ല, അല്ലെങ്കിൽ സമയമില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പതിയെ വാക്കുകൾ ചുരുക്കിക്കൊണ്ടുവരികയാണ്. എന്തായാലും ആ കാര്യങ്ങളും കൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ പറയേണ്ടതുണ്ട്. ഇത് തമ്മിലുള്ള അന്തരം വലിയ അന്തരമാണ്. ഇത് വിട്ടിട്ട് അതിലൊക്കെ പോയി കയറിയ ആളുകൾ എന്തോ വലിയ സംഭവം കണ്ടു എന്നുള്ള രീതിയിലാണ് പോണത്. അത്ഭുതം അടയാളത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞാൽ പോകുന്നത്. ആ അത്ഭുതം അടയാളങ്ങളെല്ലാം പരിശുദ്ധാത്മാവിലാണെങ്കിൽ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് വചനം വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല? നിത്യതയെക്കുറിച്ചുള്ള ചിന്ത കൊടുക്കുന്നില്ല? ദൈവസഭയുടെ വിശുദ്ധിയും വേർപാടും എന്തുകൊണ്ട് വെളിപ്പെടുന്നില്ല? സഭയെക്കുറിച്ച് പറയുന്നത് എന്താ? കെട്ടിയടച്ചൊരു തോട്ടം എന്നല്ലേ പറയുന്നത്? ആ കെട്ടിയടച്ച തോട്ടം കഴിഞ്ഞ ട്യൂസ്ഡേയിലെ നമ്മുടെ ആ മെസ്സേജിൻ്റെ ഒടുവിൽ നമ്മളിങ്ങനെ സംസാരിച്ചു പോയപ്പോൾ ആ കോട്ടയത്ത് നടക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ആ മെസ്സേജ് എവിടെയാണ്? ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി പേര് കാണുന്നുണ്ട്, ഒത്തിരി പേര് ശ്രദ്ധിക്കുന്നുണ്ട്. ചിലരതിനോട് വിയോജിക്കുന്നുണ്ടാകാം, എന്നാൽ ബഹുഭൂരിപക്ഷം പേരും അതിനോടൊക്കെ യോജിക്കുന്നുണ്ട്. കാരണം എന്താ? ഒരുപറ്റം ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി നമ്മുടെ സീനിയർ പാസ്റ്റേഴ്സ് ട്രാക്കിൽ നിന്ന് പോയി കഴിഞ്ഞു എന്നുള്ളത്. ചിലർക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അവരിപ്പോഴും അഗ്നിനാവും പറഞ്ഞുകൊണ്ടിരിക്കുക. ട്രാക്കിൽ നിന്നേ അവർ പോയി കഴിഞ്ഞു. നമ്മൾ അവരെക്കുറിച്ചൊന്നും മോശമായി ഒന്നും പറയുന്നില്ല, വേറെ വാക്കുകളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ആകെ ഇത്രേ പറയുന്നുള്ളൂ, ട്രാക്കിലാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ളിൽ കിടന്നൊരു കത്തൽ കത്തിക്കില്ലേ? ശരിയായ പാതയിലാണെങ്കിൽ. പെന്തക്കോസിൻ്റെ ഒരു പാരമ്പര്യം പോലും ഇല്ലാത്ത എന്നെ സംബന്ധിച്ച് ഈ മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു കത്തൽ കത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അഗ്നിനാവുകാരുടെ ഉള്ളിലൊക്കെ വലിയ കത്ത് കത്തട്ടെ. ഒരു സാധാരണക്കാരനായ എൻ്റെ ഉള്ളിൽ ദൈവസഭ വേർപെട്ടവരുടെ സംഘമാണ്, വിശുദ്ധിക്ക് വേണ്ടി വേർപാടിന് വേണ്ടി നിൽക്കേണ്ടവരാണ്. അങ്ങനെ അനവധി കാര്യങ്ങളാണ് ഉള്ളിൽ കിടന്ന് കത്തുന്നത്. നമ്മൾ ശേഷം മനുഷ്യരെ പോലെയല്ല, തരിച്ചു പാർക്കുന്ന ജനമാണ്. പലതിനോട് ഇടകലരരുത്. ഞാനിന്ന് എടുത്തു വെച്ചിരിക്കുന്ന ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്നറിയാവോ? 2 ദിനവൃത്താന്തം 18-ാം അധ്യായം, 2 രാജാക്കന്മാർ 16-ാം അധ്യായം, പിന്നെ ഏതാ അപ്പോസ്തല പ്രവൃത്തി, മത്തായിയുടെ സുവിശേഷം, അങ്ങനെ പലതും എടുത്തു വെച്ചിരിക്കുക. ദൈവം അനുവദിച്ച ഇടയ്ക്ക് നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടി ഈ കാര്യങ്ങളെക്കുറിച്ച് സവിസ്തരം ചിന്തിക്കാം. അപ്പോൾ ഈ സീനിയർ മോസ്റ്റ് പാസ്റ്റേഴ്സ് അവർ പറയുന്നത് കേട്ടിട്ട് അതിനൊപ്പം തുള്ളാൻ പോകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, വേദപുസ്തകത്തിൽ ചരിത്രമുണ്ട്. ഇതിനു മുമ്പ് ഇങ്ങനെ തുള്ളാൻ പോയ ആളുകളുടെയൊക്കെ ജീവിതത്തിൽ ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഓരോ ദൈവമക്കളും മനസ്സിലാക്കേണ്ടത്, രക്ഷിക്കപ്പെട്ടവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ലെന്നാണ്. അതായത് അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ വേറൊരു അഭിഷേകം ചലിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അത് ആത്മാവിൽ തിരിച്ചറിയുന്നില്ല? മറ്റൊരു അഭിഷേകത്തിൻ്റെ ചലനം വിശുദ്ധന്മാർ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? തിരിച്ചറിയാത്തവരുടെ കണ്ണടഞ്ഞു പോയി എന്നുള്ളതാണ് സത്യം. ഇനി മറ്റൊരു ആംഗിളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ണ് തുറക്കാത്ത ധാരാളം പേര് ചെങ്കടലിൽ കടന്ന് വന്നിട്ടുണ്ട്. കണ്ണ് തുറക്കാതെ തന്നെ ചെങ്കടലിൽ കടന്ന് വന്നിട്ടുണ്ട്. അത്തരക്കാരിങ്ങനെയുള്ള മീറ്റിങ്ങുകളിലെല്ലാം കടന്നു പോകും. സുബോധമുള്ളവരങ്ങനെ കടന്നു പോകുമോ? സുബോധമുള്ള പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരുവന് ക്ഷണനേരം കൊണ്ട് അന്തരം മനസ്സിലാകില്ലേ? അമേരിക്കയിൽ നിന്നോ എവിടെ നിന്നൊക്കെയോ കെട്ടിയിറക്കിയ കുറേ വർഷിപ്പ് ലീഡേഴ്സ് എന്ന് പറയുന്ന ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും. നിങ്ങൾ ഓർക്കണം, പുതിയ നിയമസഭയിൽ വർഷിപ്പ് ലീഡേഴ്സ് ഇല്ല. പെന്തക്കോസ്തിൻ്റെ അധപ്പതനത്തിൻ്റെയൊക്കെ കാരണം വചനത്തിലില്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. നമ്മൾ ഇതര സമൂഹങ്ങളെക്കുറിച്ച് പറയുമല്ലോ, അത് വചനത്തിലില്ല, ഇത് വചനത്തിലില്ലെന്ന്. പുതിയ നിയമത്തിൽ വർഷിപ്പ് ലീഡർ ഇല്ല, അങ്ങനെ ഒരു തസ്തികയില്ല. കർത്താവിനാൽ വേലയ്ക്ക് വിളിക്കപ്പെട്ട ശുശ്രൂഷകരുണ്ട്, അവരാ വേദിയിൽ നിൽക്കട്ടെ. അവിടെ മറ്റൊരാൾക്ക് കടന്നു വരേണ്ട കാര്യമില്ല. പാട്ട് പാടാൻ വാസനയുള്ളവരുണ്ട് നമ്മുടെ ഇടയിലെങ്കിൽ അവരാ മുൻനിരയിലിരിക്കട്ടെ. അവരാ മുൻനിരയിലിരുന്ന് പാട്ടുകളെ പാടട്ടെ. ഈ വന്നിരിക്കുന്ന ആളുകളെല്ലാം ദൈവത്തിൻ്റെ ജനമാണ്. അവരെയൊന്നും ആരും ആരാധിപ്പിക്കരുത്, അത് മോശമാണ്. അങ്ങനെ പ്രലോഭിപ്പിച്ചും അങ്ങനെ പല രീതിയിലും ഒന്നുമല്ല ആരാധിപ്പിക്കേണ്ടത്. അവർ കടന്നു വന്നിരിക്കുന്ന ദൈവത്തെ ആരാധിക്കാനല്ലേ. ഇവിടെ ആരെങ്കിലും നിന്ന് അവരെ ഓർമ്മിപ്പിക്കണോ? ഇവിടെ നിൽക്കുന്ന ശുശ്രൂഷകന്മാർ നമുക്ക് ആരാധനയ്ക്കായി സമയം വേർതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ ധ്യാനത്തെങ്കിൽ തീ കത്തട്ടെ. നിങ്ങൾ ക്രൂശിനെ ധ്യാനിക്കൂ, അല്പസമയം ധ്യാനിക്കൂ. അങ്ങനെ ആ ധ്യാനത്തിൻ്റെ ഒടുവിലോ അല്ലെങ്കിൽ അതിന് മുൻപോ അവർ ശരിയാവണ്ണം വചനത്തിന് അനുസരണമായ പാട്ടുകൾ പാടട്ടെ.
അങ്ങനെ വിശുദ്ധന്മാർ ഒരുമിച്ച് പാട്ട് പാടുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ മലയാളക്കരയിൽ ഇറങ്ങിയ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയേറിയ ചലനം, ആറന്മുളയിലും ഇടയാറന്മുളയിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയേറിയ ചലനം വെളിപ്പെട്ടിട്ടുണ്ട്. അന്ന് ഈ പറഞ്ഞ കൊട്ടിഘോഷിച്ച് ഇങ്ങനെയൊന്നും കൊണ്ടുവന്ന ആളുകളെ കൊണ്ടല്ല, ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരും ദൈവത്തിൻ്റെ ജനം ഒരുമിച്ച് കൂടി ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടെ ദൈവസാന്നിധ്യത്തിന് വേണ്ടി കൊതിച്ച് അവർ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ നടുവിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ചലനങ്ങൾ വെളിപ്പെട്ടു. ഇന്നും അങ്ങനെ സംഭവിക്കും സഹോദരങ്ങളെ. ആവലോടെ കാത്തിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വെളിപ്പെടും. ഇന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വെളിപ്പെടും. അതൊരു വാഗ്ദത്തമാണ്. അത് നമ്മുടെ എന്തെങ്കിലും എഫേർട്ട് കൊണ്ട് കിട്ടുന്നൊന്നുമല്ല. ഓടിവാ പ്രാപിച്ചോ. സഹോദരങ്ങളെ, ഞാനും ഒത്തിരി ഓടി നടന്നത് ഈ പ്രാപിക്കാനൊക്കെ. ഇതെല്ലാം പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളുമാണെന്ന് കാലം തെളിയിച്ചു എൻ്റെ മുമ്പിൽ. ഈ പ്രാപിക്കാനും ഇവരുടെയൊക്കെ കൂട്ടത്തിൽ ഇവരുടെയൊക്കെ പിന്നിൽ നടന്നയാളാണ് ഞാൻ. ഇവരിൽ പലരെയും എനിക്കറിയാം. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, കൂടെ കിടന്നവനെ രാപ്പനി അറിയുമെന്ന് പറഞ്ഞത്. സസൂക്ഷ്മം നാളുകളായി ഇവരെയൊക്കെ വാച്ച് ചെയ്യുന്നയാളാണ് ഞാൻ. ദൈവവചനം വെളിപ്പെടുന്നില്ല ഇവർക്ക്. ശരിയാവണ്ണം കാര്യങ്ങൾ ഇവർ ഗ്രഹിച്ചിട്ടല്ല ഇത് പറയുന്നത്. ഇവർ മായാലോകത്ത് ആളുകളെ തളച്ചിടുകയാണ്. ജഡത്തെ ജയിക്കുന്ന പ്രസംഗങ്ങളല്ല പ്രസംഗിക്കുന്നത്. ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്ന കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. നമ്മുടെ ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുക, നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സാധിപ്പിക്കും. സഹോദരി അതൊക്കെ സാധിപ്പിക്കും, സഹോദര അത് സാധിപ്പിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ മുമ്പിലുള്ള മാതൃകകൾ ആരാ? അപ്പോസ്തലന്മാരാണ്. അവരാരും അവരുടെ പ്രസംഗങ്ങളിൽ ആളുകളെ അങ്ങനെ അതിവൈകാരികമായി ഇളക്കി മറിച്ചില്ല. അങ്ങനെയൊന്നും അല്ലായിരുന്നു അവരൊക്കെ ശുശ്രൂഷിച്ചത്. അവരുടെ ശുശ്രൂഷകളെ നമ്മൾ പിൻപറ്റുന്നത്. ആ ശുശ്രൂഷയ്ക്കനുസരിച്ചാണ് മുൻപോട്ട് പോകുന്നത്. ശരിയാമണ്ണം മലയാളക്കരയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വന്നില്ലേ? ഇന്നും ദൈവമക്കൾ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. അവർ ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും നെടുമ്പാട് വീഴട്ടെ. ഞങ്ങളെ ആദ്യാനുഭവങ്ങളിലേക്ക് കൊണ്ടുവരണമേ. ഞങ്ങളുടെ ഉള്ളിൽ ആ ആദ്യ സ്നേഹം കത്തിക്കണമേ. ആദ്യത്തെ പ്രവൃത്തി ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്നുള്ള, അങ്ങനെയാണോ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയൊക്കെ? നമ്മുടെ ഉപവാസ പ്രാർത്ഥനയൊക്കെ തേങ്ങയ്ക്കും മാങ്ങയ്ക്കും വേണ്ടിയുള്ളതല്ലേ? അല്ലെങ്കിൽ ആരെങ്കിലും ന്യൂയോർക്കിന് പോകാനോ അമേരിക്കയ്ക്ക് പോകാനോ ഗൾഫിൽ പോകാനോ ഒക്കെയാണ് നമ്മൾ ഉപവസിക്കുന്നത്. അതാണോ ശരിയായ കാര്യം? ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നില്ല, ദൈവശബ്ദം കേൾക്കുന്നില്ല, സഭയിൽ കൃപാവരങ്ങൾ ജ്വലിക്കുന്നില്ല. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പറയാനുണ്ട്. മേജറായ ഇഷ്യൂസ് ഉണ്ട്. അതെല്ലാം ദൈവം മുമ്പാകെ വെച്ച് നെടുമ്പാട് വീഴുമെങ്കിൽ ദൈവം പ്രവർത്തിക്കില്ലേ? ഞാൻ എന്താ പറഞ്ഞു വന്നതെന്നറിയാവോ? അത് വിട്ടുപോയി. അതായത് ഈ ചാനലുകാരുടെ, ഈ മീറ്റിംഗ് നടത്തുന്ന ചാനലുകാരുണ്ടല്ലോ, ചാനലുകാരുടെ കൊയർ വെള്ളയൊക്കെ ഇട്ട് വെള്ള, അയ്യോ, തലയിൽ തുണിയൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുക. അന്നേരമാണ് മറ്റൊരു സ്റ്റേജിലേക്ക് കയറി വരുന്നത്. അവർ അന്തം വിട്ടുകയാണ്. ഏതാ ഈ വിഡ്ഢികൾ തലയിൽ തുണിയൊക്കെ ഇട്ട് ഈ ചൂടത്ത്? ഈ പെണ്ണുങ്ങളൊക്കെ ഈ തലയിൽ തുണി ഇട്ടുകൊണ്ടിരിക്കുന്നതിന് ഈ ചൂട് കാലം ഒന്നാമത്. അപ്പോൾ അതൊക്കെ ഊരിപ്പറിച്ച് കളഞ്ഞിട്ട് ഞങ്ങളൊക്കെ വരുന്ന പോലെ, ഞങ്ങളിപ്പോൾ ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ ഒരു ഹിൻഡ് തന്നിരുന്നു. ഇവിടെ ഈ കേരളം എന്ന് പറഞ്ഞാൽ പരീശന്മാർ പെന്തിക്കോസുകാരുടെ നാടാണ്. അതായത് ഈ ഉപദേശം പറയുന്നവരെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ ഈ പരീശന്മാരുടെ നാടാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു 2 മീറ്റർ തുണിയും കൂടെ കൂടുതൽ മേടിച്ചുകൊണ്ട് പോരെ. വർഷിപ്പ് ലീഡേഴ്സിനോടല്ല അമേരിക്കയിൽ നിന്നും വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ വന്നവരോട് നേരത്തെ ഇവർ ചട്ടം കെട്ടിയിരുന്നു. 2 മീറ്റർ തുണിയും കൂടെ, അല്ലെങ്കിൽ വേണ്ട 2 വേണ്ട, ഒരു 1/2 മീറ്റർ തുണിയും കൂടെ കൂടുതൽ മേടിച്ച് തയ്ച്ചോ, അങ്ങനെയൊക്കെ പോരണമെന്ന് അവർക്കൊരു നേരത്തെ സൂചന കൊടുത്തു. പിന്നെ മുഖമൊക്കെ ഒന്ന് ഇച്ചിരി ചൂടുവെള്ളത്തിൽ കഴുകി പോരെ, അതും ഇതൊക്കെ പൂശിക്കൊണ്ടാണല്ലോ വരുന്നത്. അപ്പോൾ അതൊക്കെ ഇച്ചിരി കഴുകി കളഞ്ഞേരെ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കൊണ്ടുവന്നത്. എന്തായാലും കുറച്ച് സൂക്ഷ്മതയുണ്ടായി, വലിയ സൂക്ഷ്മതയുണ്ടായില്ലെങ്കിലും. അപ്പോൾ ഈ പിള്ളേർ 10, 18, 20, 25 വയസ്സായ പെൺപിള്ളേർ അങ്ങനെ പാട്ട് പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ അവരുടെ തലയ്ക്കകത്ത് സാത്താൻ വർക്ക് ചെയ്യില്ലേ? സാത്താൻ വെറുതെ ഇരിക്കുകയാണോ? സാത്താൻ വെറുതെ ഇരിക്കുകയല്ല, ഈ പിള്ളേരുടെ തലയ്ക്കകത്ത് ഇട്ട് കൊടുക്കും. എന്താ ഇട്ട് കൊടുക്കുന്നത്? കണ്ടോ, വിശ്വപ്രസിദ്ധിയായ വർഷിപ്പ് ലീഡർ വരുന്ന കണ്ടോ? നീ എങ്ങനെയാണ് നിൽക്കുന്നത്? നിന്റെ വല്ലവരും ചത്തുപോയിട്ടുണ്ടോ? വിധവയുടെ കൂട്ടിങ്ങനെ വെള്ളയൊക്കെ ഇട്ട് തലയിൽ വെള്ള തുണിയൊക്കെ ഇട്ട് സാത്താൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ പെങ്കൊച്ചി ചിന്തിക്കും, എൻ്റെ കർത്താവേ ശരിയാണല്ലോ, എന്നേക്കാൾ ഭയങ്കര ആത്മാവ് ഇറക്കുന്നത് ആ പുള്ളിക്കാരിയല്ലേ. ഞാൻ ഇത്ര വിശുദ്ധിക്കും വേർപാടിനും ഇത്ര ചരട് പിടിച്ചൊക്കെ ജീവിച്ചിട്ട് ഒരു ആത്മാവ് അത്ര ശക്തമായിട്ട് ഇറങ്ങുന്നില്ല. അവർ പറയുമ്പോഴത്തേക്ക് ആളുകൾ വീഴുന്നു, തലകുത്തി മറിയുന്നു. പെന്തിക്കോസിനെ മുഴുവനും, ഞങ്ങളുടെ സീനിയർ പാസ്റ്റേഴ്സിനെ എല്ലാം ഇളക്കാൻ ആ സഹോദരിക്ക് കഴിഞ്ഞു. ഈ ഇത്രമേൽ വചനത്തിന് വേണ്ടി നിന്ന് ഞാൻ വിചാരിച്ച് ഞങ്ങളുടെ ഒരു ബാത്റൂം ഇളകില്ല. ആ പുള്ളിക്കാരികൾ വിചാരിച്ചിട്ട് ഞങ്ങളുടെ പാസ്റ്റർമാരെല്ലാം ഇളകിപ്പോയില്ലേ?
അപ്പം ഞാനാണോ അവരാണോ ശരി എന്നൊക്കെ അവർ ചിന്തിക്കും. കാലാന്തരത്തിൽ അവർക്കുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് വിപ്ലവകരമായ മാറ്റമായിരിക്കും, വലിയ മാറ്റമായിരിക്കും. കാത്തിരിക്കാം, നമുക്ക് കാത്തിരിക്കാം, കാത്തിരിക്കാം. ഒരു വാക്കോടെ പറഞ്ഞ് നിർത്തിയേക്കാം. ഏതാണ്ട് 90-ഓ 92-ലോ എങ്ങാണ്ടാണ് ഡേവിഡ് പോൾ യോഗിങ് ചോ ആദ്യമായിട്ട് കോട്ടയത്ത് വന്നത്. ആ സമയത്തൊന്നും ഈ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തിൻ്റെ തിരത്തള്ളൽ വന്നിട്ടില്ല, കാര്യമായി തള്ളൽ മലയാളക്കരയിൽ വന്നിട്ടില്ല. തുടങ്ങി വെച്ചിട്ടുള്ളൂ. അദ്ദേഹം കോട്ടയത്ത് വന്ന് പോകുമ്പോൾ തങ്കുമൊക്കെ അന്ന് ഒരു ചായ കുടിക്കാൻ നല്ല നേരം നോക്കി ചിട്ടി കമ്പനിയും പൊട്ടിയിരിക്കുന്ന കാലമാണ്. പിന്നെ ഉണ്ടായ വിപ്ലവം എന്ന് വെച്ചാൽ കോട്ടയം ഒരു വിപ്ലവത്തിൻ്റെ ഈറ്റില്ലമായിട്ട് മാറി. ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തിൻ്റെ ഒരു ഈറ്റില്ലമായിട്ട് മാറി കോട്ടയവും പരിസരവും. അതിന് ശേഷമല്ലേ ഈ സോക്കോൾഡ് അപ്പോസ്തലന്മാർ, സോക്കോൾഡ് പ്രോഫറ്റുകൾ, ഇങ്ങനെയുള്ള പല ഇനത്തിൽപ്പെട്ടത് എഴുന്നേറ്റ് വന്നത്. 80-കൾക്ക് ശേഷമല്ലേ, അതിനു മുമ്പ് എന്താ ഈ സാധനമൊന്നും ഇല്ലാതിരുന്നത്? 80-കൾ 90-കൾക്ക് ശേഷമാണ് പയ്യെ തലപൊക്കി തുടങ്ങിയത്. 2000, 2010 ഇതിനൊക്കെ ശേഷമാണ് ഈ പേരുകൾ മാറിക്കൊണ്ടിരുന്നത്. നേരത്തെ പ്രോഫറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പുള്ളികളാണ് ഇപ്പോൾ അപ്പോസ്തലൻ എന്ന് പറയുന്നത്. നേരത്തെ ഇവരിൽ പലരും പ്രോഫറ്റുകളായിരുന്നു, ഇപ്പോൾ അവർ പെട്ടെന്ന് മാറ്റി അപ്പോസ്തലൻ. ഇച്ചിരി കൂടെ ഗമ കൂടിക്കോട്ടെ എന്ന് ഓർത്ത്. അപ്പോൾ അതിൻ്റെയൊക്കെ നാന്ദി കുറിച്ചത് എങ്ങനെയാണെന്നറിയാവോ? അതാണ് രസകരമായ കാര്യം. നമ്മുടെ പെന്തിക്കോസ് പാസ്റ്റർമാരുടെ കണ്ണടഞ്ഞു പോയതാന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പെന്തിക്കോസ്ത് പാസ്റ്റർമാരാണ് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യാനായിട്ട് ചുക്കാൻ പിടിച്ചത്. അവസാനം എന്താ ഉണ്ടായെന്നറിയാവോ? ഇവരുടെയൊക്കെ ചർച്ചകളിലുള്ള വിശ്വാസികളെല്ലാം കൂടെ ഇറങ്ങിപ്പോയിട്ടാണ് തങ്കുമൊക്കെ സാമ്രാജ്യം പണിത് തുടങ്ങിയത്. അതുപോലെ ഓരോരുത്തരുടെ സാമ്രാജ്യം എടുത്ത് പഠിച്ചാൽ IPC, AG, ഷാരോൺ, ചർച്ച് ഓഫ് ഗോഡ് ഇതിലെ വിശ്വാസികളാണ് ബഹുഭൂരിപക്ഷവും. അവർക്കതിനുള്ള ഉത്സാഹം വന്നത് എങ്ങനെയാണ്? അതിനുള്ള ഉത്സാഹം ഇങ്ങനെയൊക്കെ ഇട്ടുകൊടുത്തു. എന്നിട്ട് ആളുകളോട് പറഞ്ഞ് കേൾപ്പിച്ചത്രേ ഉള്ളൂ, നമ്മുടെ പിതാക്കന്മാരൊക്കെ തെറ്റായ വഴിയിലായിരുന്നു. അവർ എന്തൊക്കെയോ കീഴ്വഴക്കെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ, വചനത്തിലില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് പറയുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. അവരെഴുതിയ പാട്ടുകൾ തന്നെ നോക്കുക. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയെ മായാ ലോകത്തൊക്കെ വിളിച്ചിട്ട് അവർ പാട്ട് എഴുതിയത്. അങ്ങനെ ഒത്തിരി കൊള്ളരുതായ്മകളൊക്കെ അവർ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് നമ്മളെല്ലാം അങ്ങനെ ആയിപ്പോയി. ഇപ്പം നോക്കൂ, സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു. ഇന്നും കൂടെ കൊട്ടാരക്കര ഉദേശിയുടെ ഒരു പ്രസംഗം പെട്ടെന്ന് കയറി വന്നു എൻ്റെ ഫോണിൽ. കൊട്ടാരക്കര അപ്പോസ്തലൻ ജ്വലിക്കുമായിരുന്നു, പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്ന് വേണേൽ പറയാം. പുള്ളി ചോദിക്കുന്നത്, എന്താ ഈ ഇവിടുത്തെ യങ്സ്റ്റേഴ്സൊക്കെ വിദേശത്തേക്ക് പോകുന്നത്, എന്താ അതിൻ്റെ കാരണം എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പേടിച്ചു പോയി, ഇറങ്ങി എങ്ങാനും വരുമെന്ന് ഓർത്ത് ഫോണീന്നേ. അങ്ങനെ ചോദിച്ച് കത്തി കയറി വന്നിട്ട് പുള്ളി പറയുന്നത്, അവർ സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടി പോകുന്നതാ. തൊടരുത്, പിടിക്കരുത്, ഇരിക്കരുത്, നിൽക്കരുത്, കടക്കരുത്, എന്നാ പറഞ്ഞാലും ബലിപീഠവും ചോന്നുകൊണ്ട് വരും, എന്നാ പറഞ്ഞാലും ക്രൂശും ചോന്നുകൊണ്ട് വരും. അങ്ങനെ വല്ലാത്തൊരു പരുവത്തിലേക്ക് യൗവനക്കാരെ കൊണ്ടുപോയത് കൊണ്ടാണ് അവർ മനം മടുത്തായി ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. നമ്മുടെ സഹോദരിയൊക്കെ മനം മടുത്ത് പോയതാണോ ഇവിടുന്ന്? തമ്പുരാനെ, ഞങ്ങളൊന്നും ഒരു ഉപദ്രവിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങളൊന്നും ഒരു സ്വാതന്ത്ര്യത്തിന് ഒരു കേടും വരുത്തിയിട്ടില്ല. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പറക്കാൻ വേണ്ടി ലോകം മുഴുവൻ പോയിന്ന്. പറന്നു കഴിഞ്ഞിട്ട് തിരിച്ചു കൂട്ടി വന്ന് കയറുക പോലും. നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനകത്തെ സാത്താന്യ വ്യാപാരങ്ങൾ, ആ വാക്കുകളിൽ തന്നെയുണ്ട് സാത്താന്യ വ്യാപാരം. അത് പറഞ്ഞപ്പോൾ ചില സഹോദരന്മാർ എന്നോട് പറയാം, ഞങ്ങൾക്ക് അങ്ങനെ മനസ്സിലാകുന്നില്ലെന്ന്. അതിനിപ്പോൾ ഞാൻ എന്ത് വേണം? നിങ്ങൾക്ക് മനസ്സിലാകാത്തത് നിങ്ങളുടെ കുഴപ്പം. എനിക്ക് മനസ്സിലാകുന്നു, എനിക്ക് ലഭിച്ച കൃപയിൽ ഞാൻ നിൽക്കുന്നു. എനിക്ക് കാര്യം മനസ്സിലായിന്നേ. കെട്ടഴിച്ച് വിടുകയാണ് സാത്താൻ്റെ ഉദ്ദേശം. അതാണ് നമ്മുടെ യൗവനക്കാരൊക്കെ കെട്ടിയടച്ച തോട്ടത്തിനകത്ത് നിൽക്കണം. ആ ബൗണ്ടറി വിട്ട് പുറത്തു പോകാൻ പാടില്ല. വിശുദ്ധിയുടെയും വേർപാടിൻ്റെയും ആ ബൗണ്ടറിക്കകത്ത് തന്നെ നിൽക്കണം. ആ ബൗണ്ടറി വിട്ട് എന്തിനാ പുറത്തു പോകുന്നത്? അതിന് പുറത്തു പോയിട്ടുള്ള സ്വാതന്ത്ര്യം വേണ്ടാന്ന് വെക്കണം. ക്രിസ്തു നമ്മെ അടിമച്ചങ്ങലയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നത് ജഡത്തിന് അവസരമാക്കാനാണോ? നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാനാണോ? മിസ്റ്റർ കൊട്ടാരക്കര അപ്പോസ്തലൻ, താങ്കൾക്ക് വചനം അറിയില്ല, താങ്കൾക്ക് വചനം വെളിപ്പെട്ടിട്ടില്ല. താങ്കൾക്ക് സമയം കിട്ടുന്ന കാലത്ത് 2 കൊരിന്ത്യർ ലേഖനം 5:14-15 ഒന്ന് വായിച്ചു നോക്കുക. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുകയാണ്, എല്ലാവരും മരിച്ചെന്ന് എണ്ണിക്കോണം. ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് ജീവിക്കുക. പെന്തക്കോസ്ത് പഠിപ്പിച്ച് ഏറ്റവും ഭയാനകമായ ഒരു വിവരക്കേട്. ആ വിവരക്കേട് എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ വിദേശത്തും അതിലൊക്കെ ജോലിയോടുള്ള ബന്ധത്തിൽ, ബിസിനസ്സിനോടുള്ള ബന്ധത്തിലൊക്കെ പോയിട്ടുണ്ട്. അവരോടൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്താ? നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാന്ന. ഇങ്ങനെ പോകുന്ന ആൾക്കാരൊക്കെ അനുഗ്രഹത്തിലേക്ക് പോയി എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ശരിക്കും ആ മനുഷ്യരെയൊക്കെ എന്താ ധരിപ്പിക്കേണ്ടത്?
ഈ പോകുന്ന യൗവനക്കാരോ മുതിർന്നവരോ ഒക്കെ അവരെന്താ ധരിപ്പിക്കേണ്ടത്? ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് നിങ്ങളുടെ സഞ്ചാരങ്ങൾ. നിങ്ങൾ ലോകത്തിൻ്റെ പല കോണുകളിലേക്കും പല രാജ്യങ്ങളിലേക്കും പോകുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ ഉദ്ദേശമാണെന്ന് ഉറപ്പിക്കപ്പെട്ടതിന് ശേഷം പോവുക. അങ്ങനെ പോകുന്ന ഇടങ്ങളിലൊക്കെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പദ്ധതികളുണ്ട്. നിങ്ങളെ അനുഗ്രഹിക്കാനല്ല ദൈവം അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾ മൂലം ചിലരെ കൂടെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാനാണ്. ദൈവത്തിന് പദ്ധതിയുണ്ടെന്നേ. മൊബൈൽ ടെമ്പിളുകളല്ലേ നമ്മിലല്ലേ ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തു, അഥവാ ബലിപീഠം നമ്മിലല്ലേ. നിങ്ങളെ എങ്ങനെ അനുഗ്രഹിക്കുമെന്ന് പറ. നിങ്ങൾ ഓൾറെഡി അനുഗ്രഹിക്കപ്പെട്ടവരല്ലേ, ക്രിസ്തുവിനെ നേടിയവരല്ലേ, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സഞ്ചരിക്കുന്നവരല്ലേ. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുകയാണ്, നിങ്ങൾ നന്മ ആസ്വദിക്കുകയാണ്. അതല്ലേ പരിശുദ്ധാത്മാവിലുള്ളൊരു ജീവിതമല്ലേ ആ നന്മ ആസ്വദിക്കുന്നു എന്ന് പറയുന്നത്. പുതിയ നിയമ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൻ്റെ അനുഗ്രഹം ക്രിസ്തുവാണ്, അവൻ്റെ നന്മ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാ, വേറൊന്നുമല്ല. അപ്പോൾ ആ അനുഗ്രഹത്തിലേക്ക് വിളിക്കപ്പെട്ട നമ്മൾ എവിടെയെങ്കിലും സഞ്ചരിക്കുമ്പോൾ ഉടനെ ഈ പാസ്റ്റർമാർ പുറകെ വന്ന് പറയുകയാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ്, അനുഗ്രഹിക്കപ്പെടുന്നു എന്നൊക്കെ. അതെന്ത് വർത്തമാനമാണ്? ഈ ആളുകളെ തെറ്റായൊരു ചിന്തയിലേക്കല്ലേ വിടുന്നത്. അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അവർ തിരിച്ചറിയുന്നില്ലല്ലോ. അവർ ചെല്ലുന്ന സ്ഥലങ്ങളിൽ അവർ ദൈവമുഖത്തേക്ക് നോക്കണം. ഈ രാജ്യത്തിലെ ഈ പട്ടണത്തിൽ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി എന്നവർ ആത്മാവിൽ തിരിച്ചറിയണ്ടേ. അവരത് ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സമർപ്പണത്തിൽ നിലകൊള്ളണം. അങ്ങനെ കർത്താവ് അവരെ കരങ്ങളിൽ ഉപയോഗിക്കണം. നമ്മുടെ യൗവനക്കാരൊക്കെ ധാരാളം പേര് ലോകം മുഴുവൻ പോകുന്നുണ്ട്. അവരുടെ ആയുസ്സിൽ ഒരാളെ അവർ നേടുന്നുണ്ടോ? അവരുടെ ആയുസ്സിൽ ഒരാത്മാവിനെ അവർ നേടിയതായിട്ട് അവർക്ക് പറയാൻ പറ്റുമോ? പഠിക്കാൻ പോകുന്നു, പഠനം കഴിഞ്ഞ് ജോലിക്ക് പോകുന്നു, പല സ്ഥലത്തും പോയി സെറ്റിൽഡ് ആകുന്നു, അങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട്. ഏതെങ്കിലും ചർച്ചിൽ പോയി അവിടുത്തെ ഓർഗൻ്റെ ശബ്ദത്തിൽ നിന്ന് കുലുങ്ങിയിട്ട് പോരും, സ്തോത്ര കാഴ്ച ദശാംശമൊക്കെ കൊടുത്തിട്ട് പോരും. പക്ഷേ ഒരു ചോദ്യമാണ്, നിങ്ങളുടെ ആയുസ്സിൽ നിങ്ങൾക്ക് എത്ര പേരെ ക്രിസ്തുവിന് വേണ്ടി നേടാൻ കഴിയുന്നു? നേടിയില്ലെങ്കിൽ നിങ്ങൾ സുവിശേഷം പങ്കുവയ്ക്കുന്നു. നിങ്ങൾ ഒരു സുവിശേഷാത്മാവുള്ളവനാണോ? അതൊന്നും ഇല്ലാതെ നിങ്ങൾ വിദേശത്ത് പോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ദൈവം നിങ്ങളെ ചുമ്മയാണോ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ജനിച്ച മണ്ണിൽ നിന്ന് പറഞ്ഞു വിട്ടത്? ജനിച്ച മണ്ണിൽ നിന്ന് മറ്റൊരു ദേശത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അതിനൊരു പദ്ധതിയില്ലേ? ബാങ്ക് ബാലൻസ് കൂട്ടാനാണോ പറഞ്ഞു വിട്ടത്? എനിക്കറിയില്ല എന്താ ഇങ്ങനെ നമ്മൾ തുടങ്ങുന്നതെന്ന്. നമ്മുടെ ഇടയിലെ ശുശ്രൂഷകരും വിശ്വാസികളും ന്യൂ ജനറേഷൻ ആശയങ്ങളിൽ വശംവദരായിരിക്കുകയാണ്. യഥാർത്ഥ പെന്തക്കോസ്ത് അനുഭവത്തിലിരിക്കുന്ന ഒരാൾക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയില്ല. അവരെ സംബന്ധിച്ച് അവരുടെ ചിന്തകൾ ഇങ്ങനെയാണ്: കർത്താവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവർ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അവരുടെ അനുഗ്രഹം ഈ ഭൂമിയിലുള്ള ഒരു കാര്യമല്ല. അപ്പോസ്തലന്മാർ കഠിനമായാണ് നമ്മെ ശാസിക്കുന്നത്. ഈ ലോകത്തിലുള്ള ഒരു കാര്യത്തിലും നിങ്ങളുടെ കണ്ണുടക്കരുത്, ഇതെല്ലാം കത്തിക്കാൻ വെച്ചിരിക്കുന്നതാണ്, ഇതെല്ലാം ചവറുകളാണ്, അതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. ഉന്മാനം ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക, ഉടനെ പൊക്കി പിടിച്ചുകൊണ്ട് വരരുത് കേട്ടോ, ദാരിദ്ര്യ സുവിശേഷം വന്നു. ഇതൊരു അപ്പോസ്തലൻ പറഞ്ഞ കാര്യമാണ്, ഞാൻ ഉണ്ടാക്കി പറഞ്ഞതൊന്നുമല്ല. ഉന്മാനം ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സിമ്പിൾ ലൈഫ് എന്നുള്ളതാണ്. ഉന്മാനും ഉടുക്കാനും കുടിക്കണ്ടേ? അപ്പോൾ അങ്ങനെയൊന്നും എടുക്കരുത്. ഒരു സിമ്പിൾ ലൈഫാണ് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. നമ്മൾ മാതൃകയുള്ളവരാകണം. മാതൃകയുള്ളവരായിട്ട് നിന്ന് നമ്മൾ പ്രസംഗിക്കുകയും പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എഫക്റ്റ് ഭയങ്കരമായിരിക്കും, മാതൃകാ ജീവിതം നയിച്ചാൽ. അതുകൊണ്ട് ആ മാതൃകാ ജീവിതത്തിലേക്ക് അപ്പോസ്തലന്മാർ നടന്നതും കാണിച്ചു തന്നതുമായ ആ ജീവിത വഴിത്താരയിലേക്ക് പ്രിയപ്പെട്ടവരെ എല്ലാം ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മിൽ ഒരാൾക്ക് പോലും നമ്മുടെ വിരുദ് തെറ്റാൻ പാടില്ല. വിലപ്പെട്ട സത്യങ്ങൾ കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേർക്കും അറിയാം. പക്ഷേ പിന്നീട് കേൾക്കുന്നവർ നിങ്ങൾ എന്തുകൊണ്ട് ന്യൂ ജനറേഷൻ പെന്തിക്കോസ് ഗ്രൂപ്പുകളെ അംഗീകരിക്കുന്നില്ലെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞ് നമ്മൾ ഏതാണ്ട് ഇവിടം വരെ എത്തി. പൂർണ്ണമായിട്ടില്ല. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ദിവസം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്താം. നമ്മുടെ പ്രിയപ്പെട്ടവരിത് കേൾക്കുമ്പോൾ മുൻവിധികളില്ലാതെ സതുദ്ദേശപരമായി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ചിന്തിക്കുവാനും ദൈവവചനത്തിന് മുമ്പാകെ ബരവക്കാരെ പോലെ ഏൽപ്പിച്ചു കൊടുത്ത് സത്യം അന്വേഷിക്കുവാൻ, സത്യം ഗ്രഹിക്കുവാൻ പ്രാപ്തരാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും കൂടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.